ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ തിരുവെടുത്ത ധന്യനായ പൗലോസ് പ്രസ്താവിച്ച ഒരു കാര്യമാണ് ഓർപ്പിക്കുന്നത്. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് എന്ന് പറഞ്ഞാൽ ഞാൻ ക്രൂശിലാണ് പ്രശംസിക്കുന്നത്. പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിൽ നമുക്കറിയാം 21 ലേഖനങ്ങളും ഒടുവിലായിട്ട് വെളിപ്പാട് പുസ്തകവും ആരംഭത്തിൽ 5 ചരിത്ര പുസ്തകങ്ങളുമാണ്. ആദ്യത്തെ 5 ചരിത്ര പുസ്തകങ്ങൾ, അതിൽ 4 ചരിത്ര പുസ്തകം യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ്. മത്തായി സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം. 4 സുവിശേഷ പുസ്തകം യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ്. 5-ാമത്തെ ചരിത്ര പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി. അത് ആദിമ സഭയുടെ ചരിത്രമാണ്. ആദിമ സഭയിലെ പ്രാരംഭ കാരണങ്ങൾ, കാര്യങ്ങൾ, നടപടികൾ, വിഷയങ്ങൾ, സംഭവങ്ങൾ, അപ്പോസ്തലന്മാരുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ, അതിൻ്റെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തി പുസ്തകം. അങ്ങനെ മൊത്തത്തിൽ ആരംഭത്തിൽ 5 ചരിത്ര പുസ്തകം, 21 ലേഖനങ്ങൾ, റോമാലേഖനം മുതൽ ിരിക്കുന്നത്. മൊത്തം വേദപുസ്തകം 40 പേരാണ് 66 പുസ്തകം എഴുതിയിരിക്കുന്നത്. അതിൽ പഴയ നിയമത്തിലെ 39 പുസ്തകം 32 പേരെഴുതി. 8 പേര് ചേർന്നാണ് പുതിയ നിയമത്തിലെ 27 പുസ്തകം. ഇതെല്ലാം ആദിപാഠങ്ങളാണ്. നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം. അറിയാത്ത ആരെങ്കിലും വന്ന് വരുകോ ദൂരത്തിരുന്ന് കേൾക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടിയായി പറയാൻ. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് ഇതും അറിയാം, ഇതിനപ്പുറവും അറിയാമെന്ന്. അപ്പം അതുകൊണ്ട് നിങ്ങളോടല്ല ഞാൻ ഈ പറയാൻ, നിങ്ങളും സഹകരിക്കുന്ന നല്ലതാ. അപ്പോൾ 8 പേര് ചേർന്ന് 27 പുസ്തകം പുതിയ നിയമ പുസ്തകം എഴുതി. ആ 8 പേര് 4 പേര് അപ്പോസ്തലന്മാരും 4 പേര് അപ്പോസ്തലന്മാരല്ല. അപ്പോസ്തലന്മാര് മത്തായി, യോഹന്നാൻ, പത്രോസ്, പൗലോസ്, 4 പേര് അപ്പോസ്തലന്മാര്. മറ്റു 4 പേര് മർക്കോസ്, ലൂക്കോസ്, യാക്കോബ്, യൂദ. ഇവർ 4 പേരും അപ്പോസ്തലന്മാരല്ല. എന്നാൽ അതിൽ 2 പേര് അപ്പോസ്തലന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു, മർക്കോസും ലൂക്കോസും. മർക്കോസ് പത്രോസിന്റെ കൂടെ ഉണ്ടായിരുന്നു, ലൂക്കോസ് പൗലൂസിന്റെ കൂടെ സന്തത സഹചാരിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിൽ കൂടുതൽ പുസ്തകം പൗലൂസാണ് എഴുതിയിരിക്കുന്നത്. ഏതാണ്ട് 14 ലേഖനങ്ങൾ പൗലോസ് എഴുതി. 2-ാം നിരയിൽ നിൽക്കുന്നയാള് യോഹന്നാൻ 5 പുസ്തകം എഴുതി. 1 സുവിശേഷ പുസ്തകം, അതുപോലെ 3 ലേഖനങ്ങൾ, ഒടുവിൽ ഭാവികാല സംബന്ധമായ വെളിപ്പാട് പുസ്തകം. യോഹന്നാന്റെ ഒരു വിശേഷത, മറ്റ് അപ്പോസ്തലന്മാരെക്കാൾ ഉപരി ദൈവം ഉപയോഗിച്ച ആളാണ് യോഹന്നാൻ. മറ്റു പ്രിയപ്പെട്ടവരെല്ലാം ഒരേ നിലയിലുള്ള എഴുത്തുകളാണ് എഴുതിയിരിക്കുന്നത്. മത്തായി 1 സുവിശേഷ പുസ്തകം എഴുതി, വേറെ എഴുതിയതായിട്ട് ഇതിനകത്ത് തന്നിട്ടില്ല. ലൂക്കോസ് 2 ചരിത്ര പുസ്തകം എഴുതി. അങ്ങനെ പറയുന്നതാ, 1 യേശു ക്രിസ്തുവിന്റെ ചരിത്രവും 2 സഭയുടെ ചരിത്രവും. അപ്പൊ അതിന്റെ 2 ചരിത്ര പുസ്തകമാണ്. അതുപോലെ മർക്കോസ് 1 സുവിശേഷ പുസ്തകം. മറ്റ് അപ്പോസ്തലന്മാര് ലേഖനങ്ങളാണ് എഴുതിയത്. 2 ലേഖനം എഴുതി. പൗലോസ് 14 ലേഖനങ്ങളാണ്. എന്നാൽ യോഹന്നാനെ കൊണ്ട് വ്യത്യസ്തമായിട്ടാണ് ദൈവം എഴുതിപ്പിച്ചത്. യോഹന്നാൻ 1 സുവിശേഷ പുസ്തകം എഴുതി, 3 ലേഖനങ്ങൾ എഴുതി. 3 ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാത്ത വിഷയം യോഹന്നാന് കർത്താവ് വെളിപ്പെടുത്തി. അതിന്റെ കാരണം ഞാൻ എപ്പോഴും പറയാണ്ട്, യോഹന്നാൻ യേശുവിനെ നന്നായിട്ട് സ്നേഹിച്ചു, നല്ലതുപോലെ സ്നേഹിച്ചു. ഞാനും നിങ്ങളുമെല്ലാം യേശുവിനെ സ്നേഹിക്കുന്നെന്ന് പറയുന്നുണ്ട്. എല്ലാവരും പറയുക, യേശുവേ ഞങ്ങൾ നിന്നെ, എല്ലാം വായ്ത്താളം അടിക്കുന്നതല്ലാതെ ശരിക്കൊന്നും സ്നേഹിക്കുന്നില്ല. വെറുതെയാ. 1-ാം പ്രതി ഞാനാ. നമ്മളെല്ലാം ഇരുന്ന് പറയും, അപ്പോ ഞങ്ങൾ നിന്നെ ആഴമായി സ്നേഹിക്കുന്നു. പാട്ടൊക്കെ പാടുമ്പം
ആ മുഖഭാവമൊക്കെ ഒന്ന് കാണണം. എൻ്റെ സഹിതം ഒന്നും സ്നേഹിക്കുന്നില്ല. അതിന് ഒരു തെളിവ് തരാം, ഒത്തിരി ഉണ്ട്. യേശുവിനെ സ്നേഹിക്കുന്നെങ്കിൽ അടുത്തിരിക്കുന്ന സഹോദരനെ സ്നേഹിക്കും. അടുത്തിരിക്കുന്നവനോട്ട് വലിയ പാര വെച്ചേച്ച് സ്റ്റേജിൽ നിന്ന് ഞാനും നിങ്ങളും പറയാ, അപ്പാ ഞങ്ങൾ നിന്നെ, ദൈവം ഇരുന്ന് ചിരിക്കുക, ഭൂതന്മാരും എല്ലാം, ദൈവമേ വിഡ്ഢി, ഇതുവരെ ഒരു ഗുണം ഇവന് വന്നിട്ടില്ലല്ലോ. ഞാനും നിങ്ങളും ആരും ശരിക്കും സ്നേഹിക്കുന്നില്ല, അതാ സത്യം. യോഹന്നാൻ യേശുവിനെ നന്നായിട്ട് സ്നേഹിച്ചു. അതിന് ഒരു തെളിവ് തരാം, ഒരു തെളിവ്, ഒത്തിരി ഉണ്ട്, ഒരു തെളിവ്. സ്നേഹിച്ചതിന്റെ ഏറ്റവും വലിയ തെളിവാ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു പങ്കപ്പാടുകൾ സഹിച്ച്, പീഡകൾ സഹിച്ച്, ഉപദ്രവങ്ങളേറ്റ് ഗതസമന മുതല് എന്ന് പറയാൻ സമ്മതിക്കുന്നില്ല. പുരി മുതൽ കാൽവരി കുരിശോളം, പുരി മുതൽ കാൽവരി കുരിശോളം വേദനപ്പെട്ടു മമ വേദന അകറ്റിയാൻ, വേദനപ്പെട്ടു മമ വേദന അകറ്റിയാൻ. മോനെ, ഹാർമോണിയത്തിന്റെയും തബലയുടെ ഓളിയം അല്പം കുറയ്ക്കണം. അത് കഴിഞ്ഞ് ഞാൻ പാടുമ്പം ഇതായിരിക്കണം മേളിൽ നിൽക്കുന്നത്. നോക്കാം, ഒക്കെ. പുരി മുതൽ കാൽവരി കുരിശോളം, പുരി മുതൽ കാൽവരി കുരിശോളം വേദനപ്പെട്ടു മമ വേദന അകറ്റിയ, വേദനപ്പെട്ടു മമ വേദന അകറ്റിയ. ശ്രീ യേശുനാഥ നിൻ സ്നേഹം സ്വർഗമോടി വെടിഞ്ഞു എന്നെ തേടിത്തരയിൽ വന്ന, തേടിത്തരയിൽ വന്ന ശ്രീ യേശുനാഥ നിൻ സ്നേഹം. അപ്പൊ ശ്രദ്ധിക്കുക, ഗതസമന മുതൽ അവിടുന്ന് പങ്കപ്പാടുകൾ സഹിച്ച്, പീഡകളും ആക്ഷേപങ്ങളും നിന്ദകളും എല്ലാം സഹിച്ച്, മുഖത്ത് തുപ്പലേറ്റ്, കന്നത്ത് അടിയേറ്റ്, മുഷ്ടി ചുരുട്ടിയുള്ള ഇടിയും ഉപദ്രവങ്ങളും ഏറ്റ്, മുഖത്തെ രോമമെല്ലാം പിഴുതെടുക്കപ്പെട്ടവരായി, ചാട്ടവാറിന്റെ ഘോരമായ പ്രകരമേറ്റ്, മാംസം ഇറന്ന് പറഞ്ഞ് സങ്കീർത്തനക്കാരൻ പാടുക, മുതക് ഉടവജാല് പോലെ നീളത്തെ കീറപ്പെട്ടവനായി, വേച്ചും വിറച്ചും ആ മരത്തടിയും ചുമ്മിക്കൊണ്ട് ഗൊൽഗോഥായിൽ ചെന്ന് രണ്ട് ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ ഇരുമ്പാനുകളാൽ തൂങ്ങപ്പെട്ട് കിടക്കുന്ന യേശു. അവിടുത്തെ തിരുമരണം സമീപിച്ചു. ഭൂമി കുലുങ്ങി, ദേവാലയത്തിന്റെ തിരശീല മുകളിൽ നിന്ന് താഴോട്ട് ചീന്തി, പാറ പിളർന്നു, സൂര്യൻ കരിമ്പടം പോലെ കടത്തു. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്ത് ഇരുട്ടായി. വളരെ ഭയാനകമായ സംഭവങ്ങൾ. പ്രകൃതി പോലും വല്ലാതായി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മത്തായിയും ലൂക്കോസും യോഹന്നാനും ഒക്കെ പഠിക്കുമ്പോൾ ആ കാഴ്ച കണ്ടതുപോലെയാ TK ശാമുവേൽ എഴുതി വച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ക്രൂശീകരണ സമയത്ത് TK ശാമുവേൽ TKS അവിടെ ഉണ്ടായിരുന്നോന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നത്. അതുപോലെ സാറ് കൊടുത്തിരിക്കുന്ന വരി ഇങ്ങനെ: ഭൂതല്ലനാഥൻ തന്നുടെ മരണം കാണുക ദുർവകമായകോ, ഭൂരിഭയം പൂണ്ടിളകുകയോ ഈ പ്രകൃതികളകിലമിതൽഭുതം. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുത്തെ തിരുമരണത്തെ പറ്റി എഴുതിയിരിക്കുക. ഭൂതല്ലനാഥൻ തന്നുടെ മരണം കാണുക ദുർവകമായകോ, ഭൂരിഭയം പൂണ്ടിളകുകയോ ഈ പ്രകൃതികളകിലമിതൽഭുതം.
പാറ പിളർന്നു പാരിളകന്നു പാവനം മൃദുരുയിരാർന്നുക കീറുകയായി തിരുശീലയും തൻ മൃതി നേരം സൂര്യനിരുണ്ടുപോയി കീറുകയായി തിരുശീലയും തൻ മൃതി നേരം സൂര്യനിരുണ്ടുപോയി മൃതിയെ വെന്നവൻ ഉയർത്തെഴുന്നേറ്റു ഇതിനെതിരാരും നോന്തിടും ഹൃദിബോധം ലവമുള്ളോരെല്ലാം അടിപണിയും തൻ സന്നിധം. ഞാന് ഈ പാട്ടുകാരോടെല്ലാം കൊച്ചുമോനൊക്കെ കുഴപ്പമില്ല, ചില പാട്ടുകാര് പുതിയ പാട്ടാന്ന് പറഞ്ഞ് ഞെക്ക് ഞെരടി കാശിന് കൊള്ളുകയല്ല, വെറുതെ സമയം കളഞ്ഞ് മനുഷ്യനെ മെനക്കെടുത്തി മനുഷ്യൻ ഞൊട്ട വിട്ട് വായിക്കോട്ടെ വിട്ട് എന്താ നിങ്ങൾ മൊത്തത്തിൽ നിന്നെടുത്ത് ഒന്നുമില്ല ഇതിനകത്ത്. അതേസമയം ഭക്തന്മാരാകുന്ന ഭക്ത ശിരോമണികള് എഴുതിയിരിക്കുക എന്ത് നല്ല പാട്ടുകളാ. അത് 2 വരി പാടിയാ മതി, അകം കത്തും. ഇത് 2-3 മണിക്കൂർ നിന്ന് പാടുക, പാടുന്നവർക്കും പ്രയോജനമില്ല, കേൾക്കുന്നവർക്കും പ്രയോജനമില്ല. ഞാൻ കുറ്റമല്ല പറയുന്നത്, എന്നെ വിളിക്കുമ്പോഴേ പറയാം അയാൾ കൊള്ളുകയില്ല, കുറ്റമല്ല കാര്യമായി പറയുന്നത്. നല്ല പാട്ടുകളുണ്ട്, ആ പഴയ പാട്ടുകളൊക്കെ 2 ശീല് പാടിക്ക് നമ്മൾ ഇളക്കുമൊന്നും വേണ്ട, ഇളയിക്കോളും. ഇത് നമ്മൾ പുതിയ പാട്ട് പാടിച്ച് നിങ്ങൾ കൈയടിച്ചാട്ടെ, ഉറക്ക കൈയടിച്ചാട്ടെ, ശക്തിയോടെ പോരാ എന്തുവാന്നോ. നല്ല പാട്ടുകളുണ്ട്, അതൊന്ന് പാടിക്കേ, എന്തോ മനോസുഖം ഉണ്ടാകും, അന്തരീക്ഷം ഉണ്ടാകും. ആർട്ടിഫിഷ്യലായിട്ട് നമ്മളൊരു അന്തരീക്ഷവും 2 ശീലം കൊണ്ട് എടുത്തിട്ടെ, അതൊക്കെ ഭക്തന്മാര് നല്ല അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എഴുതി. ഇപ്പോഴത്തെ പാട്ട് 2 വരിയേ ഉള്ളൂ. പണ്ട് യാക്കോ സാറ് പറയുമായിരുന്നു, ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ യേശു ഇങ്ങോട്ട് വന്നു, ഞങ്ങൾ തമ്മിൽ കണ്ടല്ലോ. ഉടനെ ഒരു കോറസ് ഹല്ലേലൂയ, അതാ പാട്ട്. പാട്ടിന്റെ അർത്ഥം ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ യേശു ഇങ്ങോട്ട് വന്നു, ഞങ്ങൾ ബാലരാമപുരത്ത് വെച്ച്. ഇത്രേ ഉള്ളൂ, എന്നാന്ന് എനിക്കറിയാൻ. അതേസമയം ഭക്തന്മാരായ ദൈവദാസന്മാരെഴുതിയ പാട്ട് എന്ത് നല്ല പാട്ടുകളാ. അയ്യോ, അതൊക്കെ ഒന്ന് പാടിക്കേ, ഇപ്പോഴും കത്തലുണ്ടാകും. ഞാൻ ഉദാഹരണം ഇപ്പോഴും അഴലേറും ജീവിതം പാടിയാൽ അന്തരീക്ഷം മാറുകയല്ലേ, എൻ്റെ ദൈവം സ്വർഗ സിംഹാസനം പാടിയ അന്തരീക്ഷം മാറുകയല്ലേ. ആ ശുശ്രൂഷ കൊച്ചുമോനൊക്കെ അറിയാം, വിവാഹ ശുശ്രൂഷയ്ക്ക് അണ്ട ഈ പാട്ടൊന്ന് പാടിക്കേ. സൈബൺ സാറിൻ്റെ പാട്ടാ, വാഴ്ത്തുക നീ മനമേയൻ പരനെ വാഴ്ത്തുക നീ മനമേ. എന്തോ നല്ല സുഖമാ. നിങ്ങൾ ഓർക്കുക, അയാൾ കുറച്ച് പാട്ട് എഴുതി അത് പാടാനത്, ഞാൻ എഴുതിയൊന്നും പാടണ്ട, ഞാൻ തന്നെ ഇരുന്ന് പാടിക്കോളാം. ഇപ്പൊ ഓരോരുത്തരങ്ങ് പാട്ട് എഴുതി വെച്ച് നാട്ടുകാരെ ഇട്ട് പാടിപ്പിക്കുക, എന്തോ മെനക്കേടാന്നറിയാവോ. ഇന്നലെ രാത്രി കർത്താവ് എനിക്ക് തന്നതാണ്, അത് നീയും പെമ്പളയും കൊണ്ടിരുന്ന് പാടണം, പാട്ട് വരണം, നോക്കി നോക്കി പാടണം. നല്ല ഒന്നാന്തരം പാട്ട് കിടപ്പുണ്ട്, അത് പാടിയാൽ എന്തോ സന്തോഷമാണ്. ഇടയ്ക്ക് ഞാൻ കയറി ഒന്ന് പറഞ്ഞെന്നേ ഉള്ളു, പിണങ്ങാനൊന്നും അല്ല, ദൈവം അല്ല പിണങ്ങിയാലും എനിക്കൊന്ന് നല്ല. അപ്പൊ TKS കണ്ടോണ്ടിരിക്കുന്നത് പോലെ പാടി വെച്ചേക്കുന്നത്. ഉദല്ലനാഥൻ തന്നുട മരണം കാണുക ദുർവകമായകോ ഭൂരിഭയം പൂണ്ടിളകുകയോ ഈ പ്രകൃതികളകിലമിതത്ഭുതം. ഭൂരിഭയം പൂണ്ടിളകുകയോ ഈ പ്രകൃതികളകിലമിതത്ഭുതം. പാറ പിളർന്നു പാരിളകന്നു പാവന മൃദുരുയിരാർന്നുക കീറുകയായി തിരുശീലയും തൻ മൃതി നേരം സൂര്യനിരുണ്ടുപോയി കീറുകയായി തിരുശീലയും തൻ മൃതി നേരം സൂര്യനിരുണ്ടുപോയി. എന്തോ നല്ല വരികളാ. അപ്പൊ ഞാന് കർത്താവിനെ സ്നേഹിക്കുന്ന കാര്യം പറയുക. ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ ശിഷ്യന്മാരെല്ലാം മാറിക്കളഞ്ഞു. പക്ഷെ ആ സമയത്തും ക്രൂശിന്റെ ചുവട്ടിൽ യോഹന്നാൻ ഉണ്ടായിരുന്നു. അതാ സ്നേഹത്തിന്റെ വിശേഷത. യോഹന്നാൻ ഇട്ട ചോടിയില്ല, ക്രൂശിന്റെ ചുവട്ടിലുണ്ട്. ശരിയായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് കഷ്ടതയുടെയും ബുദ്ധിമുട്ടിന്റെയും ഞെരുക്കത്തിന്റെയും കൂടെ കാണും.
നമ്മളെ സ്നേഹിക്കുന്നെന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ കവി പണ്ട് പറഞ്ഞു, സുഖത്തിലുണ്ടാം സഖിമാൻ അനേകർ, ദുഃഖം വരുമ്പോൾ പുനരാരും ഇല്ല. നല്ല ചുറ്റുപാടും അന്തരീക്ഷവും അന്ന് എല്ലാവരും സ്നേഹിതന്മാര് കാണും. ചുമ്മാ കയറി ബന്ധം പറയാം, എൻ്റെ കസിനാന്ന്, ഒന്നുമില്ല എന്നാലും പറയും എൻ്റെ കസിൻ. അതേസമയം ഇച്ചിരി പരുവക്കേടാന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വന്തം അനിയനും ചേട്ടനും പോലും പറയുകയല്ല എൻ്റെ അനിയനാന്ന്. പുള്ളിയൊക്കെ അല്ലേ ബ്രദറല്ലേ, ഞാൻ പുള്ളിയെ കണ്ടിട്ടുണ്ട്, പുള്ളി അമരവെള്ളക്കാരനാണോ, കണ്ടിട്ടുണ്ട് ഒരമ്മയുടെ വയറ്റിൽ നിന്ന് പോന്നതാ. പക്ഷെ മനുഷ്യന്റെ പ്രകൃതി ഇതാ. പക്ഷെ യോഹന്നാൻ അങ്ങനല്ല. അവിടുന്ന് പങ്കപ്പാടുകൾ സഹിച്ച് ക്രൂശിൽ കിടക്കുക, കഷ്ടാനുഭവങ്ങളിൽ കൂടി കടന്നു പോകുക. ആ സമയത്തും ക്രൂശിന്റെ ചുവട്ടിൽ യോഹന്നാൻ നിൽപ്പുണ്ട്. അതുകൊണ്ട് എന്തോ സംഭവിച്ചെന്നും കൂടെ പറയാം. കർത്താവ് മറ്റാരെ ഏൽപ്പിക്കാത്തൊരു ശുശ്രൂഷ യോഹന്നാനെ ഏൽപ്പിച്ചു. യോഹന്നാന് അമ്മ തേണ്ടെന്ന് പറഞ്ഞു. അമ്മയെ നോക്കിക്കോണം. കർത്താവിന് മനസ്സിലായി ഇവനെ അമ്മയെ അനാഥശാലയെ വിടുകയല്ല. അമ്മയെ വൃദ്ധസദനത്തിൽ കൊണ്ട്, അങ്ങനെയുള്ള ബിരുദന്മാരുണ്ട്, അപ്പനെ അമ്മയും നോക്കാതെ എത്രയോ പേര് ചത്ത് കഴിയുമ്പോൾ ഇവൻ വന്ന് ഫ്രണ്ടിലിരിക്കും, ഫോട്ടോ എടുക്കുന്നുണ്ട്. കൂടെ അമ്മയുടെ ഡെഡ് ബോഡി ഉള്ള വിയർപ്പ് ടിഷ്യൂ കൊണ്ട് ഈ തള്ള ജീവിച്ചിരുന്നപ്പോൾ ഇവൻ ജെല്ല് കാട്ടുമെന്ന് ഒരു ടിഷ്യൂ എടുത്ത് മുഖം തുടക്കായിട്ട് ചെയ്യാത്ത വിഡ്ഢി ചത്ത് കഴിയുമ്പോൾ അടുത്ത് വന്ന് ഇവനും പെമ്പളെ അടുത്ത് വന്നിരിക്കുക, കൂടെ അവള് സ്പ്രേ അടിക്കുക. എനിക്ക് ഒത്തിരി കേസുകൾ അറിയാം. ഞാൻ വെറുതെ എന്നെ കൊണ്ട് നിങ്ങൾ പാപം ചെയ്യിപ്പിക്കുന്നേ. ജീവിച്ചിരിക്കുമ്പോൾ ഈ തള്ളയുടെ ചെല്ലുകോ, അന്നേരം സ്പ്രേ ഒന്നും അടിക്കണ്ട, കട്ടൻ കാപ്പി ഇട്ട് കൊടുത്താൽ മതി, തള്ള കുടിച്ചേനും. ഇതൊന്നും ചെയ്യാത്ത കക്ഷികള് ചത്ത് കഴിയുമ്പോൾ ഡെഡ് ബോഡിയുടെ മുന്നിൽ ഈച്ച വരുമ്പോ ഇടയ്ക്കിടയ്ക്ക് ടിഷ്യൂ കൊണ്ട് എന്തിനാണോ മനുഷ്യനെ കാണിക്കാനും വീഡിയോ എടുപ്പിക്കാനും. ദൈവത്തിന് മഹത്വം. ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. യേശു യോഹന്നാനെ ചില കാര്യം ഭരമേൽപ്പിച്ചു. നമുക്ക് ആ വിഷയം വിട്ടേക്കാം. എടുത്ത വാക്യത്തോട് കൂറ് പുലർത്താം. അപ്പോൾ ശ്രദ്ധിക്കുക, പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ കൂടുതൽ ലേഖനം പൗലോസ് എഴുതി. പൗലോസിന്റെ 3 ലേഖനങ്ങൾ തർജ്ജമ ലേഖനങ്ങളാ. ഗലാത്യ ലേഖനം, കൊരിന്ത് ലേഖനം, എബ്രായ ലേഖനം. ഈ 3 ലേഖനം തർജ്ജമ ലേഖനമാകാൻ കാരണം 3 പെശകിന് എതിരെയുള്ള ലേഖനമാണ്. 1 ഉപദേശ പെശക്, 2 ജീവിത പെശക്, 3 വിശ്വാസ പെശക്. അത് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നമ്മൾ ഇന്ന് രാത്രി ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യമാണ് വായിച്ചത്. ഗലാത്യയിൽ ഒരു സഭയല്ല, ഗലാത്യയിൽ പല സഭകൾ ഉണ്ടായിരുന്നെന്ന. 16-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ. ഞാൻ ഗലാത്യ സഭകളോട്. അപ്പോൾ ഗലാത്യയിൽ ഒരു സഭയല്ല, ഗലാത്യയിൽ പല സഭകളുണ്ട്. അപ്പോൾ ഗലാത്യർക്ക് പൗലോസ് ലേഖനം എഴുതിയിരിക്കുക. പൗലോസ് 14 ലേഖനം എഴുതി. അതിൽ 7 സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതി. 7 സഭയ്ക്ക് 9 ലേഖനം എഴുതി. 9 ലേഖനം വരാൻ കാരണം 2 സഭയ്ക്ക് ഈ 2 ലേഖനം, കൊരിന്ത്യർക്ക് 2 ലേഖനവും തെസ്സലോനിക്കർക്ക് 2 ലേഖനവും. അങ്ങനെ ഈ 2 ലേഖനം 2 സഭകൾക്ക് എഴുതിയത് കൊണ്ട് മൊത്തത്തിൽ 7 സഭയ്ക്ക് 9 ലേഖനം. ഇതിൽ ഗലാത്യ സഭകൾക്ക് എഴുതിയ ലേഖനമാണ്. ആ ലേഖനം വളരെ വിശേഷപ്പെട്ട ലേഖനമാണ്. 6 അധ്യായമുണ്ട്. നമുക്ക് ആ ഭാഗം പഠിക്കുമ്പോൾ അറിയാം. 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയാ, ഞങ്ങള് സുവിശേഷമൊക്കെ നിങ്ങളോട് അറിയിച്ചു, വളരെ കഷ്ടപ്പെട്ട് ബന്ധപ്പെട്ട് പോരാട്ടങ്ങൾ സഹിച്ച നിങ്ങളെ ഈ മാർഗത്തിലൊക്കെ കൊണ്ടുവന്ന. പക്ഷേ നിങ്ങളുടെ ഇടയിൽ വേറെ സുവിശേഷവുമായിട്ട് ആൾക്കാർ വരുന്നുണ്ട്, നിങ്ങൾ അവരെ സൂക്ഷിക്കണം. അങ്ങനെ വരുന്ന ആൾക്കാർ ശപിക്കപ്പെട്ടവരാ. 9-ാം വാക്യം വായിച്ച് 9-ാമത്തെ തിരുവെടുത്ത്. എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. മുൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ
ആളുകളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാ. ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, വേറൊരു സുവിശേഷവുമായിട്ട് നിങ്ങളുടെ ഇടയിൽ വന്നാൽ അങ്ങനെയുള്ളവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ദുരുപദേശം പറയുന്നവര് ശപിക്കപ്പെട്ടവരാ. വേദപുസ്തകം പഠിച്ചാൽ ശാപം വരാൻ ഒത്തിരി കാര്യമുണ്ട്, ഒത്തിരി ഉണ്ട്. ഞാൻ നിങ്ങളും എല്ലാം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അത് അങ്ങനെ തന്നെ. രക്ഷിക്കപ്പെടുന്നത് വരെ ചെയ്ത മുഴുവൻ അക്രമങ്ങളും അനീതികളും പാപങ്ങളും രക്ഷിക്കപ്പെടുമ്പോൾ യേശു ക്ഷമിക്കും. അതങ്ങനെ തന്നെ. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് കഴിയുമ്പോൾ യേശു ക്ഷമിക്കും. പ്രവാചകന്റെ ഭാഷ പറഞ്ഞാൽ അത് മുഴുവൻ സമുദ്രത്തിന്റെ ആഴത്തിൽ കൊണ്ടുവന്നിട്ടിരിക്കുക. എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് വ്യവസ്ഥയിൽ പ്രമാണത്തിൽ നിന്നില്ലെങ്കിൽ ശാപം ഉണ്ടാകും. നമ്മളൊരു പാട്ട് പാടും, നീങ്ങിപ്പോയി എൻ്റെ, അടുത്ത ലൈനോ, കൂടുതലും വന്ന് കേറുക ശാപം. മാറിപ്പോയെന്നൊക്കെ പറഞ്ഞാ ഇരിക്കുന്നത്, മാറുകയല്ല പിന്നെയും കേറുക വന്ന്. രക്ഷിക്കപ്പെടുന്നത് വരെ ചെയ്ത മുഴുവൻ അകൃത്യങ്ങളും മുഴുവൻ പാപങ്ങളും മുഴുവൻ ദോഷങ്ങളും യേശുക്രിസ്തുവിന്റെ സുവിശേഷം കേട്ടുകഴിയുമ്പോൾ അനുദപിച്ച് ആത്മതപനം പൂണ്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കഴിയുമ്പോൾ നമ്മുടെ കർത്താവ് അത് മുഴുവൻ ക്ഷമിക്കും. പിന്നെ അത് ഓർക്കത്തില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടി കൃപയിൽ വന്നതിന് ശേഷം വ്യവസ്ഥയിൽ പ്രമാണത്തിൽ നിന്നില്ലെങ്കിൽ ശാപം വരും. ഞാന് 1-2 വാക്യങ്ങൾ പറയാം, എടുത്തു വെച്ച് വായിക്കാൻ. യിരെമ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 1, 2, 3. യിരെമ്യാ പ്രവചനം തന്നെ 17-ാം അധ്യായത്തിന്റെ 5. യിരെമ്യാവ് തന്നെ 48-ന്റെ 10. മലാക്ക് പ്രവചനം 2-ാം അധ്യായത്തിന്റെ 9. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 45 മുതൽ താഴോട്ടുള്ള വാക്യം. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 9, 10, 11. ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിന്റെ 15 മുതൽ താഴോട്ട് 12 കൂട്ടം കാര്യവും. സമയമുണ്ട് വായിര്. യിരെമ്യാവ് 11-ന്റെ 1, 2. യഹോവെങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട്, യഹോവെങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട്, ഈ നിയമത്തിന്റെ വചനങ്ങളെ നിങ്ങൾ കേട്ട് യഹൂദ പുരുഷന്മാരോടും യെരൂശലേം നിവാസികളോടും പ്രസ്താവിപ്പീൻ. ഈ നിയമത്തിന്റെ വചനങ്ങളെ കേട്ട് നിങ്ങൾ യെരൂശലേമിലെ പുരുഷന്മാരോടും സ്ത്രീകളോടും ഒക്കെ പ്രസ്താവിപ്പീൻ. നീ അവരോട് പറയേണ്ടത് എന്തെന്നാ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ നിയമത്തിന്റെ വചനങ്ങളെ കേട്ട് അനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ഇത് എന്നോട് നിങ്ങളോടുമുള്ള ദൂത. വചനം കേട്ടാ പോരാ, കേൾക്കുന്ന വചനം അനുസരിച്ചില്ലെങ്കിൽ നമുക്ക് ശാപം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ പിണങ്ങാതിരിക്കാൻ പറയാം, കൂടുതൽ ശാപം പെന്തിക്കോസുകാർക്കും ബ്രദറുകാർക്കുമാണ്. നമ്മളെ പോലെ വചനം കേൾക്കുന്ന ഇനം വേറെ അല്ലേ? എന്ത് വചനമാണ് നമ്മൾ കേൾക്കുന്നത്? കുമ്പനാട്ടൊക്കെ ആണെങ്കിൽ ഒരു കൺവെൻഷന് 3 പ്രസംഗം വെച്ച. നമുക്ക് ആ വിഷയം വിട്ടേക്കാം. ദൈവത്തിന്റെ മഹത്വം. നമ്മളെ പോലെ വചനം കേൾക്കുന്നവര് വേറെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പണ്ടൊക്കെ ആണെ ചെന്ന് വചനം കേൾക്കുക, ഇപ്പൊ ചെല്ലണ്ട, ഇരിക്കുമ്പോ തന്നെ കേട്ടോണ്ടിരിക്കുക. ഏതെല്ലാം ടൈപ്പ് വചനമാണ് നമുക്ക് ഇഷ്ടപ്പെട്ടതാ. യൂട്യൂബും മൊബൈലും ഒക്കെ നോക്കിയാൽ പോരെ, ഏതെല്ലാം. അപ്പൊ ഇതുപോലെ വചനം കേൾക്കുന്ന ആൾക്കാർ വേറെ ഇല്ല. കേൾക്കണം, വചനം കേൾക്കണം. പക്ഷെ ഒരു കാര്യം, കേട്ടാ പോരാ. ആ കേൾക്കുന്ന വചനം അനുസരിച്ചില്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കും ശാപമാണ്. ഉദാഹരണം പറയാം. പിണങ്ങും, എല്ലാവരും പിണങ്ങും, എന്നാലും പറയാതിരിക്കാനൊക്കത്തില്ല. സ്നേഹത്തെ പറ്റി നമ്മുടെ തീം കൺവെൻഷൻ ഇപ്പൊ എല്ലാം തീമല്ലേ? തീം എന്തുവാ? ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവർ. 7 ദിവസം ഇതിനെ സംബന്ധിച്ച. പക്ഷെ സ്റ്റേജിൽ ഇരിക്കുന്ന 2 എണ്ണം തമ്മിൽ മിണ്ടുകയല്ല, കയ്യും കൊടുക്കുകയല്ല, പാനലുവാ, ഗ്രൂപ്പിസോമാ. അപ്പൊ ഇത് അനുഗ്രഹത്തിനല്ല, ഇത് നിങ്ങൾ എന്തായാലും പറ, ഞാൻ ഇറങ്ങല്ലേ പോവും. ഇത് ശാപമാ. തീം എന്നതാ? തീമൊക്കെ നല്ലതാ. എല്ലാവരും കൂടെ ചേർന്ന് ഒപ്പിച്ച് വെച്ച തീമാ, നല്ല കാര്യം. വരുന്നവരെല്ലാം വാശിക്ക് പ്രസംഗിക്കുക. അതിലേതിനാ മാർക്കിടണമെന്ന് ഓർത്ത് നമ്മളും ഇരിക്കുക. പക്ഷെ ഒരു കാര്യം ഞാൻ
എന്നെയും കൂടെ പ്രതിയാക്കി പറയാ, ഈ കേൾക്കുന്ന വചനം നീ അനുസരിച്ചില്ലെങ്കിൽ, സ്നേഹത്തെ പറ്റി പ്രസംഗമെല്ലാം കേട്ടു, അടുത്തിരിക്കുന്നവന് കൈ കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ, അങ്ങോട്ട് ചെന്ന് കൈ കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ, അവനെ സ്നേഹിക്കാൻ മനസ്സില്ലെങ്കിൽ, പിന്നെയും അകത്ത് വൈരാഗ്യോ വാശി വർദ്ധിക്കുകയാണെങ്കിൽ ഈ വചനം നമുക്ക് ശാപമായിട്ട് തീരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വചനം നമുക്ക് ശാപമായിട്ട് തീരരുത്. വചനം നമുക്ക് അനുഗ്രഹമായിരിക്കണം. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല. ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമുള്ളതെല്ലാം നിവർത്തിക്കും. ഇന്ന് രാത്രി കേൾക്കുന്ന വചനം എനിക്ക് നിങ്ങൾക്ക് അനുഗ്രഹമാകണം. അപ്പോൾ വചനം കേട്ടാ പോരാ, കേൾക്കുന്ന വചനം അനുസരിക്കണം. അനുസരിച്ചില്ലെങ്കിൽ ശാപമാ. സ്തോത്രം. നമുക്കാർക്കും അങ്ങനെ ശാപമായിട്ട് വരരുതെന്ന എന്റെ ആഗ്രഹം. ദൈവത്തിന് മഹത്വം. നമ്മുടെ വിഷയം കൂട്ടായ്മ. നല്ല വിഷയമാ കൂട്ടായ്മ. പക്ഷെ ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ പോകുകയല്ല. നല്ല കൂട്ടായ്മ. ഇനി അഥവാ ചെന്നാലും അവിടുന്ന് ഭക്ഷണവും കഴിക്കുകയല്ല, ഒരു പ്രത്യേക ഉപവാസം. ഇതെല്ലാം ശാപമാണ്. ചിലർക്ക് കൈ കൊടുക്കുകയല്ല. ചിലർക്ക് എനിക്കൊരാളൊരിക്കൽ വലിയ പ്രഗത്ഭന, പേരൊന്നും പറയുന്നില്ല, വലിയ പ്രഗത്ഭന, കൈ തന്നതാ 2 പേരില് വലിയ പ്രഗത്ഭന, ഭയങ്കര പ്രഗത്ഭന. 2 പേരില് എനിക്കങ്ങ് വലിയ ഞാൻ മൊത്തത്തിലാ കൂടത്തെ. പുള്ളി 2 പേരിലേത്. പിന്നെ നമ്മൾ എന്നേക്കാൾ പ്രായമുള്ള ആളും പ്രഗത്ഭന. അപ്പൊ പിന്നെ ഞാൻ ഒന്നും വേണ്ടിയില്ല. ഹൃദയത്തിൽ ദൈവമേ എന്നെ താല്പര്യമില്ലായിരിക്കും. അത് കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്ന പുള്ളി 1 പേരിൽ കൊടുത്തു. അപ്പൊ എനിക്ക് സന്തോഷമായി. ആട്ടെ, എനിക്ക് 2 എണ്ണമെങ്കിലും എനിക്ക് 2 തന്നല്ലോ. ഇല്ല, അവന് 1. അത് കഴിഞ്ഞ് ഞാൻ നോക്കിക്കൊണ്ട് വേറൊരാൾക്ക് ഒന്നും കൊടുത്തില്ല. പുള്ളി ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളിക്ക് എന്നോടാ താല്പര്യം. നിന്റെ ഹൃദയം എന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന പോലെ നിന്റെ ഹൃദയം പരമാർത്ഥമാണോ? പരമാർത്ഥമായിരിക്കണേ. പരമാർത്ഥമായുള്ള വെളിച്ചത്തിൻ താതന്റെ, പരമാർത്ഥമായുള്ള വെളിച്ചത്തിൻ താതന്റെ പരിശുദ്ധ സംഗമ സന്താനമാണു നാം. പരിശുദ്ധ സംഗമ സന്താനമാണു നാം. പരമേശ്വരാജന്റെ മണവാട്ടിയാകുവാൻ, പരമേശ്വരാജന്റെ മണവാട്ടിയാകുവാൻ ക്ഷണിക്കപ്പെട്ടവരെ ഉണർന്നിടണേ നിങ്ങൾ. ക്ഷണിക്കപ്പെട്ടവരെ ഉണർന്നിടണേ നിങ്ങൾ. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾ വിട്ട് നാം, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾ വിട്ടു നാം ഒളിയിൻ സർവായുധ വർഗം ധരിക്കണേ. ഒളിയിൻ സർവായുധ വർഗം ധരിക്കണേ. കാലങ്ങൾ തീരുമേ, വാതിലടയുമേ. കാലങ്ങൾ തീരുമേ, വാതിലടയുമേ. ഇരുലോകെ മൂടുമേ, പരിതാപമേറുമേ. ഇരുലോകെ മൂടുമേ, പരിതാപമേറുമേ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ ആദരണീയരായ കർത്തൃദാസന്മാരോടും കൂടപ്പെട്ട ജനത്തോടും പറയാ, വചനം കേട്ടാ പോരാ, കേൾക്കണം. പക്ഷേ കേൾക്കുന്ന വചനം ഞാനും നിങ്ങളും അനുസരിച്ചില്ലെങ്കിൽ അനുഗ്രഹത്തിന് പകരം നമുക്ക് ശാപമാണ്. വായിച്ചോ 17-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. യെരമ്യാവ് 17-ാം അധ്യായത്തിന്റെ 5-ാമത്തെ തിരുവെടുത്ത് അറിവുള്ള വാക്യമാ. വായിച്ചു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് തന്റെ ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. മനുഷ്യനെ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. വിവരിക്കുന്നില്ല, വായിച്ചു കേട്ടപ്പോൾ മനസ്സിലായി. മനുഷ്യനിൽ ആശ്രയിക്കരുത്. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രരിലും ഒന്നും ആശ്രയിക്കും. നമ്മുടെ ആശ്രയമൊക്കെ ദൈവത്തിങ്കല. സ്തോത്രം. ദൈവത്തിൽ നിന്നാണ് നമുക്ക് രക്ഷ വരുന്നത്. ഇത് മനുഷ്യനെ ആശ്രയിക്കരുതെന്നൊക്കെ ഞാനും നിങ്ങളും പ്രസംഗിച്ചാലും യോഗം കഴിയുമ്പോൾ പറയും നമുക്ക് ഉച്ച കഴിഞ്ഞ് പഞ്ചായത്ത് മെമ്പറെ കാണാനൊന്ന്, നമുക്ക് MLA കാണാനൊന്ന് പോണം. ഇപ്പം പിന്നെ
സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നത് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ വള്ളം മുങ്ങിയതുപോലെ സങ്കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ആശ്രയമൊക്കെ ദൈവമാ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന ജനം ആ ഭാഗ്യമുള്ളത്. നീ ദൈവത്തിൽ ആശ്രയിക്കണം. ആമേൻ. നമുക്ക് സഹായം വരുന്ന ഉയരത്തിൽ നിന്നാ. ഞാൻ വിവരിക്കുന്നില്ല, വിട്ടേക്കാം. അപ്പോൾ ശാപം വരാനുള്ള കാരണം ഇതാ. 3 യിരെമ്യാവ് 48:10 തിരുവെടുത്ത് പെട്ടെന്ന് വായന. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. പാസ്റ്റർക്ക് മൈക്ക് പോലും വേണ്ട, ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ നന്നായിരിക്കുന്നു. അപ്പൊ യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ. കർത്താവിന്റെ വേല അലസരായിട്ട് ചെയ്യരുത്. സ്തോത്രം. ഒറ്റ പ്രാവശ്യമേ പാട്ട് പാടിയുള്ളെങ്കിലും നന്നായിട്ട് പാടി വേണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ഒരു പ്രാവശ്യമേ കൈയടിക്കാൻ അവസരം കിട്ടിയുള്ളെങ്കിലും അത് നന്നായിട്ട് കൈയടിച്ച് വേണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ഒരു സ്തോത്രം പറയാൻ അവസരം ലഭിച്ചെങ്കിൽ നന്നായിട്ട് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഒറ്റ പ്രാവശ്യമേ പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയുള്ളൂ, അത് നന്നായി പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അവൻ അലസരായിട്ട് ഉദാസീനതയോടെ മടിയോടെ ഉഴപ്പി തല്ലിയൊന്നും വേല ചെയ്യരുത്. അവൻ ഞാൻ നിങ്ങളും ആരാധിക്കുന്ന ദൈവം തീഷ്ണതയുള്ള ദൈവമാ. ഈ തീഷ്ണതയുള്ളവരോട് ദൈവം നന്നായിട്ട് ഇടപെടും. അലസരായിട്ടൊന്നും ചെയ്യരുത്. 12 ആളെ വെച്ച് ഉഴുക. ഏലിയാവിനെ പിടികിട്ടി ഇവൻ വേലയ്ക്ക് കൊള്ളാമെന്ന്. അല്ല, ഉഴപ്പി തല്ലിയൊന്നും ഉഴവ് നടത്തുകയല്ല. 12ാമത്തെ ആളയുടെ പുറകെ അവൻ നിൽക്കുക. അപ്പൊ ഇവന്റെ ആ ഉഴവും നിപ്പും പടുതിയും കലപ്പേലുള്ള പിടുത്തവും നോട്ടവും കണ്ടവും ഒക്കെ കണ്ടപ്പോൾ ഏലിയാവിനെ പിടികിട്ടിയവൻ അവനെ വേലയ്ക്ക് കൊള്ളാം. പുതപ്പെടുത്ത് ഒറ്റയേറെ സൂക്ഷ അവന്റെ പുറത്ത്. നമ്മളന്ന് 2 വണ്ടി പുതപ്പിട്ടാൽ പോലും അവന്റെ ദേഹത്ത് പുതപ്പ് വർഷം ഇങ്ങനെ ഇറക്കുന്നതല്ലാതെ അതിനൊരു കമ്മിറ്റി ഉണ്ട്, പുതപ്പ് കമ്മിറ്റി. കമ്മിറ്റിക്കാർ പുതപ്പിറക്കുന്നതല്ലാതെ ഒറ്റ ഒരുത്തന്റെ ദേഹത്ത് പുതപ്പ് വീടുന്നില്ല. പുള്ളി ഒറ്റ പുതപ്പേ ഇട്ടുള്ളൂ, സൂക്ഷയിലെ പുറത്ത്. പുള്ളിയ ഗുണമുള്ളവൻ. അന്നേരം ഉഴവ് നിർത്തി. നമ്മളാന്നെ പുതപ്പ് മടക്കി വെച്ചിട്ട് വീണ്ടും ഒഴും, ഇനിയും പുതപ്പ് വരട്ടെന്ന്. പുള്ളി അന്നേരം ഉഴവങ്ങ് നിർത്തി. മാനസാന്തരം നല്ലതാ. കരയ്ക്കോട്ട് കയറി ആ കാളെ അങ്ങ് കണ്ടിച്ചു, കലപ്പയും വെട്ടിക്കയറി എന്ന് പറഞ്ഞാൽ ഈ പണിക്ക് ഇനി ഇല്ലെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. സ്തോത്രം. എന്നിട്ട് വീട്ടിൽ ചെന്നൊന്ന് പറഞ്ഞേച്ച് വരാന്ന് പറഞ്ഞു. വന്ന് പുള്ളി പറഞ്ഞേച്ച് വരാന്ന് പറഞ്ഞു. പുള്ളി വരികയും ചെയ്തു. നമ്മൾ പറഞ്ഞേച്ച് വരാന്ന് പറയും, പക്ഷെ പിന്നെ വിളിക്കുമ്പോഴെല്ലാം പരിധിക്ക് പുറത്താ. എലീശ പരിധിക്ക് പുറത്തല്ല, പുള്ളി പരിധിക്ക് അകത്ത് വന്നു കിട്ടി. ഇവൻ പൂർണ്ണ സമർപ്പണത്തോടാ വരുന്നത്. പുതപ്പെടുത്ത് യോർദാനി അടിച്ചു. യോർദാൻ 2ആയിട്ട് അക്കരെ കയറി. ദൈവത്തിന്റെ മഹത്വം. ഒരു പഴയ പാട്ടുണ്ട്, യോർദാൻ കടന്നാൽ ഭാഗ്യകനാനിൽ, യോർദാൻ കടന്നാൽ ഭാഗ്യകനാനിൽ, മോദമോടെന്നും വസിക്കും യുഗായുഗം, മോദമോടെന്നും വസിക്കും യുഗായുഗം. വീഴാതെ നിൽക്കും നീ തുണ ചെയ്യണേ എന്നാത്മനായകനെ, ഈ മരുവാസം തുടർന്നിടുവാ. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന് തീഷ്ണതയുള്ളവരെ ആവശ്യം. ദൈവത്തിന് മഹത്വം, തീഷ്ണത. അപ്പോൾ യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവന് ശാപമുണ്ടാകും. അതുകൊണ്ട് അലസതയും മടിയല്ല ഇന്ന് രാത്രി വിട്ടോണം. നന്നായിട്ട് വേല ചെയ്യണം. ഞാൻ ദൈവസന്നിധിയിൽ വളരെ പ്രാഗൽഭ്യത്തോടെ പറയട്ടെ, ഇപ്പം ഈ വയ്യാത്തത് കൊണ്ട് ഈ ദിവസങ്ങളിൽ അല്പം ക്ഷീണമുണ്ട്. ഞാൻ എൻ്റെ സമയമൊന്നും വെറുതെ കളയുകയല്ല, 1 മിനിറ്റ് കളയുകയല്ല. സ്തോത്രം, 1 മിനിറ്റ് കളയുകയല്ല. കാരണം എൻ്റെ ചിന്ത അങ്ങനെ തന്നെ, നഷ്ടപ്പെട്ടു പോകുന്ന സമയം പിന്നെ കിട്ടുകയല്ല, കളയത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പം മരണവീടുകളിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, മിക്ക മരണവീടുകളിലും കാണുമല്ല. ഞാൻ പറഞ്ഞ പകല് മാത്രമല്ല, രാത്രി ഡെഡ് ബോഡി വെക്കുന്നെങ്കിൽ അന്നേരവും ഞാൻ പോവും. പകലും വൈകിട്ടും, പകലത്തെ യോഗവും കഴിഞ്ഞ് വൈകിട്ടത്തെ കൺവെൻഷനും കഴിഞ്ഞ് എത്രയോ മരണവീടുകളിൽ ചെന്ന് വെളുക്കുവോളം പാട്ട് പാടിയിട്ടുണ്ട്. ഇഷ്ടം പോലെ.
സമയം കളയത്തില്ല. അതൊരു വലിയ ശുശ്രൂഷയാണ് കേട്ടോ. പിറ്റേന്ന് പകല് വന്ന് മൈക്കിന്റെ മുന്നിൽ നിൽക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. തെള്ള അത് കുറ്റമൊന്നുമല്ല, സമയം കിട്ടുന്നതനുസരിച്ച് പോകണമല്ലോ. പക്ഷെ ഞാൻ രാത്രിയിലും പോവും. അന്നേരം ഒരു തള്ള പറഞ്ഞു, വേറെ പണിയൊന്നുമില്ലല്ലോ എന്ന്. പിന്നെ ഞാനും മനസ്സിലായി, ഈ വട്ടുതള്ളയോട് പറഞ്ഞിട്ട് വലിയ വെറുതെ. എത്രയോ സ്ഥലങ്ങളില് ദൈവത്തിന് മഹത്വം. അത് ബന്ധം നോക്കിയല്ല പോകുന്നത്, സഭ നോക്കിയല്ല. IPC ആന്നോ ചർച്ചക്കോടാന്നോ അസംബ്ലി അങ്ങനൊന്നുമല്ല, ദൈവമക്കളാ. നല്ല പ്രാഗൽഭ്യത്തോടാ പറഞ്ഞത്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ സമയം ഒന്നും വെറുതെ കളയരുത്. എനിക്ക് സമയം വെറുതെ കളയുന്ന ഇഷ്ടമല്ല. വീട്ടിലാന്നേലും ഇരിക്കുമ്പം വേറെ പുസ്തകമൊക്കെ വായിക്കും, ധ്യാനിക്കും. പിന്നെ അവസരം കിട്ടുമ്പം വീട്ടിലെ ജോലിയൊക്കെ ചെയ്യും, അടുക്കളയിലുമൊക്കെ കയറും. അല്ല പാസ്സാനം പറഞ്ഞ് ഇങ്ങനെ തന്നെ കയറി കാലം പറപ്പിച്ച് ചായ, ട്രെയിനെ പറമ്പിൽ ചായ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ചിലരൊക്കെ പാസ്റ്ററായി കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലി, അങ്ങനെ ധാരണയുള്ളവരുണ്ട്. ഒരു ജോലി. ഞങ്ങളുടെ ഒരു കൊച്ചമ്മ മോനോട് പറഞ്ഞേടാ അവിടെ ചെന്ന് ഇച്ചിരി മീൻ മേടിച്ചുകൊണ്ട് വരാൻ ചന്തയിൽ ചെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ BTH ആന്ന്. അപ്പൊ ഞങ്ങൾ ചെന്നപ്പോ കൊച്ചമ്മ ചോദിച്ചു, അനീഷ് പാസ്റ്റേ BTHകാർക്ക് മീൻ മേടിക്കാൻ മേലല്ലേ? ഞാൻ പറഞ്ഞു മേടിക്കാം. അല്ല ചോദിച്ചെന്നേ ഉള്ളെന്ന് പറഞ്ഞു. BTH എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വിഷയം വിട്ടേക്കാം. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാ. ഉദാസീനതയോടെ ചെയ്യരുത്, വേല നന്നായിട്ട് ചെയ്തോണം. ശാപം വരാനുള്ള അടുത്ത കാരണം മലാക്കി 2:9 മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. അടുത്ത വാക്യം, ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നുവെന്ന് നിങ്ങൾ ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും കർത്താവിന് കൊടുക്കുകയല്ല. അങ്ങനെ ശാപം ഉണ്ടാകുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് ലഭിക്കുന്നതിന്റെ എല്ലാ ഓഹരി ദൈവനാമത്തിന് അർപ്പിക്കണം. പഴയ നിയമത്തിലാ ദശാംശം, പുതിയ നിയമത്തിൽ ഗലാത്യലേഖനം 6:6 ഓഹരിയാ. കൊടുക്കണം, നന്നായിട്ട് കൊടുക്കണം. അത് നിർബന്ധിച്ച് സമ്മർദ്ദം ചെലുത്തിയൊന്നുമല്ല. കൺവെൻഷനൊക്കെ ചെല്ലുമ്പോൾ ചെല്ല് പറയാനുണ്ട്, ഇതിന് പാലിച്ച ചെലവുണ്ട്. നിങ്ങളല്ലേ ആര് പറഞ്ഞു നടത്താൻ? ഒരാൾ പറഞ്ഞു, ദൈവം പറഞ്ഞെങ്കിൽ ദൈവം വഴി തുറക്കും. നീ തന്നെ ഒപ്പിച്ചവനെയാണെങ്കിൽ വരുന്നവരോട് കടന്ന്, ഞാൻ അനുഭവത്തിൽ നിന്ന് പറയാം, നീ മുഴങ്കാലയിൽ അങ്ങോട്ടിരിക്കണം. നീ ഇരിക്കുന്നിടത്ത് ദൈവം കൊണ്ട് തരും. ദൈവം വിശ്വസ്തനാ. ഇരിക്കുന്ന ഇടത്ത് കൊണ്ട് തരും. ഞാൻ പിണങ്ങാതിരിക്കാമെങ്കിൽ പറയാം, പക്ഷെ ഞാനിത് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ഇപ്പം നമ്മുടെയൊക്കെ സഭകളിലൊക്കെ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ കൺവെൻഷൻ കഴിയുമ്പം മിക്കയിടത്തും അങ്ങ് അലപ്പറയാ. സാമ്പാർ കലം പൊക്കി കാണിക്കുക തീർന്നെന്ന്. ഒരിക്കൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരുത്തൻ തവിയിട്ട് കലത്തിനിട്ട് അടിക്കുന്നത് തീർന്നെന്ന്. ഭയങ്കര ശബ്ദം. ഞാൻ ഈ പെന്തിക്കോസുകാരോടെല്ലാം പറയും, നിങ്ങളെ മദ്രാസ് TPMകാരുടെ കൺവെൻഷന് പോയെന്ന് കാണണം. ലക്ഷക്കണക്കിന് ആൾക്കാരാ ഒരു രാത്രി കഴിക്കുന്നത്. ലക്ഷക്കണക്കിന്. ഒരലമ്പാകട്ടെ, ബഹളമാകട്ടെ, സ്വൈര്യക്കേടാകട്ടെ, പ്രശ്നമാകട്ടെ, ഒന്നുമില്ല, പിരിവുമില്ല. ഇതൊന്നും പോയി കാണുകയും കേൾക്കുകയും ചെയ്യത്തില്ലല്ലോ. നമ്മൾ തന്നെ പൊട്ടക്കുളത്തിൽ പുളകം പണിയും തരൻ. നിങ്ങൾ പോയെന്ന് കാണേ. ലക്ഷക്കണക്കിന് ആൾക്കാരാ. ഞാൻ ഒരിക്കലും കൺവെൻഷന് ചെന്നപ്പം നമുക്ക് വേണ്ടപ്പെട്ടൊരു പ്രധാന മൂപ്പന അതിൻ്റെ ചുമതല. അപ്പം ഞാനവിടെ ചെന്നു. മുട്ടുസൂചി ഇട്ടാ അറിയാം. അത് ലക്ഷക്കണക്കിന് ആൾക്കാരാ. 1000 10,000 ഒന്നുമല്ല, ലക്ഷങ്ങൾ. അപ്പം ഞങ്ങളവിടെ നിൽക്കുമ്പം വേറൊരാൾ വന്ന് കാര്യം പറഞ്ഞപ്പോൾ ഈ പ്രധാന മൂപ്പനോട് മറ്റേ പുള്ളി ചോദിച്ചു, എല്ലാവരും കഴിച്ചോ? ഏറെക്കുറെ കഴിച്ചു തീർന്നു. അപ്പം അവരുടെ രീതികളൊക്കെ പറത്തുക. അപ്പം എത്ര പേരായി? അപ്പം പുള്ളി പറഞ്ഞു, ഇന്ന് ഒരു 1,95,000 പേര് കഴിച്ചെന്ന്.
നിങ്ങൾ എന്നെ ഞെട്ടാത്തെ? നമുക്ക് 5000 പേര് കഴിക്കുമ്പോഴേ ബഹളത്തിന്റെ എന്തോ അലപ്പറയാ. കൂടെ കൂടെ നമ്മൾ അങ്ങോട്ട് പോകാനും വല്ല പൊടിയെല്ലാം പറന്നാകെ ഉടനെ നമ്മൾ മൈക്കോട്ട് പറയും ആരും എഴുന്നേക്കരുത്, ആരും എഴുന്നേക്കരുത്, ഗേറ്റ് അടച്ചിട്ടിരിക്കുക. നിങ്ങൾ ഈ ലോകത്തിലൊന്നും അല്ലേ? അപ്പൊ ഞാൻ നിൽക്കുമ്പോഴാണ് വന്നത് 1,95,000 പേര് ഇന്ന് കഴിച്ചു, നാളെ ആള് കൂടുവന്ന്. പിരിവുമില്ല, ബഹളവുമില്ല, അലപ്പറയില്ല. 2-3 പ്രാവശ്യം സ്വോത്രകാഴ്ചയില്ല. എന്റെ കാരണം എന്നാന്ന് പറയാം, മുട്ടയിലിരിക്കുക. അത് ഒരാളല്ലിരിക്കുന്നത്. അതുകൂടെ പറയാം. ഇതൊക്കെ നമ്മുടെ ആൾക്കാർക്ക് ഇത് കേൾക്കുന്ന ഇഷ്ടമല്ല. ലോകത്തുള്ള സകല TPM-കാരും വെളുപ്പിനെ 4 മുതൽ മുട്ടയിലിരിക്കുക. എല്ലാ പെയ്ത്തോമിലും. സെന്ററിലൊക്കെ ആണെങ്കിൽ 3 മണിക്കേ ഇരിക്കും. ആള് കൂടുതലുള്ളത് കൊണ്ട് പേര് പറഞ്ഞ് സ്വോത്രം ചെയ്യണം. ലോക്കല് 4 മണിക്കാ മിക്കയിടത്തും. എവിടെല്ലാം TPM സഭകളുണ്ടോ അവിടെയുള്ള സകല പെയ്ത്തോമിലും ഒരേ സമയത്താ പ്രാർത്ഥന. നമ്മുടെ മിക്ക പെയ്ത്തോമിലും പ്രാർത്ഥന ഉണ്ടോ എന്നുള്ളത് തന്നെ 4 പോയിട്ട് 5 പോലും എല്ലാവരുടെയും കാര്യമല്ല. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഈ വയ്യാവേലിനെ ആരാ ഇവിടെ കൊണ്ടുവന്നാൽ? ദൈവത്തിന് മഹത്വം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന ഇഷ്ടമല്ല. ഞാൻ അനുഭവത്തിന്റെ വെളിച്ചത്തിലും വചനത്തിന്റെ അടിസ്ഥാനത്തിലും പറയാ, നീ മുഴങ്കാലും മേലിരിക്കണം. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. ഏലിയാവിനോട് പറഞ്ഞില്ല നീ പോയി ആഹാരം തേടണം, നീ അവിടെ ഇരുന്നാ മതി. ഞാൻ കാക്കയോട് പറഞ്ഞിട്ടുണ്ട്. കാക്ക അതുകൊണ്ട് എവിടെ നിന്നാണെന്ന് നീ കയറി തിരക്കണ്ട, തക്ക സമയത്ത് കാക്ക ഇവിടെ ഭക്ഷണപാനീയമില്ലാതെ അലഞ്ഞിടുമ്പോൾ ശക്തിമാന്മാരുടെ നല്ല ഭോജനമേകും. ഭക്ഷണപാനീയമില്ലാതെ അലഞ്ഞിടുമ്പോൾ ശക്തിമാന്മാരുടെ നല്ല ഭോജനമേകും. തൃക്കൈയൊന്നു തുറക്കുമ്പോൾ സർവ ജീവജാലങ്ങൾക്കും തൃക്കൈയൊന്നു തുറക്കുമ്പോൾ സർവജീവജാലങ്ങൾക്കും തൃപ്തി വരുത്തുന്ന പരിപാലകനല്ലോ. തൃപ്തി വരുത്തുന്ന പരിപാലകനല്ലോ. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ. എൻ കാരം പിടിച്ചനുദിന മരുഭൂവിൽ നടത്താമെന്നുരച്ചവൻ ഒരു നാളും മറക്കുകയില്ല. എൻ കാരം പിടിച്ചനുദിന മരുഭൂവിൽ നടത്താമൻ ഉരച്ചവൻ ഒരു നാളും മറക്കുകയില്ല. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. നീ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ പ്രമാണത്തിന് വേണ്ടി നിന്നാൽ നീ ഇരിക്കുന്നിടത്ത് ദൈവം കൊണ്ട് അത്ഭുതം ചെയ്യും. ദൈവം വിശ്വസ്തനാ. അവൻ പരീക്ഷിച്ച് നോക്ക്, ദൈവം അത്ഭുതം ചെയ്യും. നമ്മൾ ചില കൺവെൻഷനൊക്കെ ചെന്ന അയ്യോ കിടന്ന് അലയ്ക്കുന്ന അലപ്പ് നാണക്കേടാ. നമ്മൾ ചിലപ്പോൾ രക്ഷിക്കപ്പെടാത്തവനുമായിട്ടാ ചെല്ലുന്നത്. ഞങ്ങളുടെ കൺവെൻഷൻ എന്ന് അതോടെ തീർന്നാൻ പറയാ. ദൈവത്തിന് മഹത്വം. നമുക്ക് ആ വിഷയം വിട്ടാക്കാൻ വെറുതെ എന്തിനാ അലോഗ്യം ഉണ്ടാക്കുന്നേ? അപ്പോൾ വേല ഉദാസീനത കൂടെ ചെയ്യരുത്. കർത്താവിന് കൊടുക്കാനുള്ളത് കൊടുക്കണം, ഇല്ലേ ശാപം ഉണ്ടാകും. ദൈവത്തിന് മഹത്വം. ഇനി ആവർത്തന പുസ്തകം എടുത്ത 10-12 കൂട്ടം കാര്യം അവിടെ പറഞ്ഞേക്കുന്നത് എല്ലാം വിവരിക്കാൻ നേരമില്ല. 27-ാം അധ്യായത്തിന്റെ 15-ാമത്തെ തിരുവെടുത്ത് മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ 12 കൂട്ടം കാര്യം ശാപം വരാനുള്ള കാരണം അവിടെ രേഖപ്പെടുത്തിട്ട് ഓടിച്ചൊന്ന് വായിച്ചു വിട്ടു. ശില്പിയുടെ കൈപ്പണിയായി യഹോവയ്ക്ക് അറപ്പായ വല്ല വിഗ്രഹത്തെയും കൊത്തിയോ വാർത്തോ ഉണ്ടാക്കി രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ദൈവത്തെ ഭജിക്കാതെ ദൈവത്തെ ആരാധിക്കാതെ ദൈവമല്ലാത്തവയ്ക്ക് നീ ആമൻ നമസ്കാരം ചെയ്താൽ ആരാധിച്ചാൽ അത് ശാപമായി തീരുമെന്ന പറഞ്ഞതിന്റെ പൊരുള്. അടുത്ത വാക്യം, അപ്പനെയോ അമ്മയോ നിന്ദിക്കുന്നവൻ മാതാപിതാക്കളെ നിന്ദിക്കുന്ന ശപിക്കപ്പെട്ടവനാ.
10 മാസം നൊന്ത് പ്രസവിച്ച അമ്മ, നിന്നെ ജനിപ്പിച്ച ജനകൻ, അപ്പൻ, അവര് പ്രായമാകുമ്പോൾ നിന്ദിക്കരുത്, പഠിക്കരുത്, ദുഷിക്കരുത്, അവരെ ആക്ഷേപിക്കരുത്, അവരെ പീഡിപ്പിക്കരുത്. പീഡിപ്പിച്ചാൽ നിനക്ക് ശാപം ഉണ്ടാകും. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ ശുശ്രൂഷ ചെയ്താലൊന്നും രക്ഷപ്പെടുകയല്ല. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ മലയ്ക്ക് പോയാലൊന്നും നീ രക്ഷപ്പെടത്തില്ല. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ മക്കയ്ക്കോ മദീനയ്ക്ക് പോയത് കൊണ്ടൊന്നും നീ രക്ഷപ്പെടുകയല്ല. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ ബെന്തിക്കോസി വന്ന് തമ്പേറ് തല്ലി പൊട്ടിച്ചിട്ടൊന്നും യാതൊരു ഗുണവും ഇല്ല. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാൻ 5:30 കുർബാനയ്ക്ക് അകത്ത് കയറി പോയത് കൊണ്ടും യാതൊരു ഗുണവും വരികയില്ല. നീ മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരെ നിന്ദിക്കരുത്. സ്തോത്രം. അപ്പനെ അമ്മയെ നിന്ദിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാ. അടുത്തത്, കൂട്ടുകാരന്റെ അതിർ നീക്കുന്നവൻ അതിരുവാന്തി, നീയും ശപിക്കപ്പെട്ടവനാ. ചേട്ടന് കൊടുക്കാനുള്ളത്, അനിയന് കൊടുക്കാനുള്ളത്, പെങ്ങൾക്ക് കൊടുക്കാനുള്ളത്, സഹോദരങ്ങൾക്ക് കൊടുക്കാനുള്ളതെല്ലാം കൃത്യമായിരിക്കണം. ചതിച്ച് മേടിക്കരുതൊന്നും. 1 സെന്റ് ഭൂമി പോലും ന്യായത്തിന് നിരക്കാത്ത നിന്റെ കൈവശം കാണരുത്. മിണ്ടുന്നില്ലല്ലോ ആരും. നിങ്ങളുടെ കാര്യമല്ലല്ലോ പറഞ്ഞേ. സ്വന്തം സഹോദരങ്ങൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതെ വക്രിച്ചെടുത്ത ബിരുദന്മാരെ എനിക്കറിയാം. പെങ്ങൾക്ക്, ആങ്ങളയ്ക്ക്, അനിയന്, ചേട്ടന് അതെല്ലാം വക്രിച്ച് മേടിച്ചേച്ച് കൺവെൻഷൻ നടത്തിയാലൊന്നും രക്ഷപ്പെടുകയല്ല. ഉപവാസ പ്രാർത്ഥന വെച്ചാലും ചതിച്ചും മഞ്ചിച്ചും എടുത്തേച്ചിരുന്ന് കുത്തിയിരുന്ന് ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. വിടുതലിന്റെ ശുശ്രൂഷയാണ്. എന്തോ വിടുതല്? വലിയ പ്രവാചകൻ കെട്ടടിക്കുമെന്ന്, പുള്ളി കെട്ടുമായിട്ടാ വന്നേക്കുന്നത്. കാരണം പുള്ളി സഹോദരന് കൊടുക്കാതെ വക്രിച്ചെടുത്തേച്ചാ പുള്ളി വന്നത്. പേരൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവരുടെയും നമ്മുടെ കൈ വെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. വ്യാജത്തിന് മനസ്സ് വെക്കരുത്. ഓവേ, നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? ലിസ്റ്റ് ഇട്ടിരിക്കുക. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. കൈ മലർത്തുമ്പോൾ കൈ വെടിപ്പായിരിക്കണം. ദാവീദ് പറഞ്ഞു, എൻ്റെ കൈയിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് എൻ്റെ പ്രാർത്ഥന. നമ്മുടെ കൈയൊക്കെ വെടിപ്പായിരിക്കണം. ദൈവത്തിന് മഹത്വം. കൂട്ടുകാരന്റെ അതിരൊന്നും മാന്തരുത്, അതിര് നീക്കരുത്. അടുത്തത്, കുരുടനെ വഴി തെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. കുരുടനെ വഴി തെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. കുരുടനെ വഴി തെറ്റിക്കരുത്. അത് 2 വശമുണ്ട്. ആത്മീകമായി അന്ധതയുള്ളവനെ ദുരുപദേശം പറഞ്ഞ് തെറ്റിക്കരുത്. വചനം അറിയാത്തവരുണ്ട്, വചനം പഠിക്കാൻ കഴിവില്ലാത്തവരുണ്ട്. അവരെ നീ ദുരുപദേശം പറഞ്ഞ് തെറ്റിച്ചാൽ നീ ശപിക്കപ്പെട്ടവനാ. സ്തോത്രം. അപ്പൊ കുരുടനെ വഴി തെറ്റിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാ. അത് തന്നെയാ ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസും കൊടുത്തിരിക്കുന്ന ഭാഗം. ഞാൻ എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. ശാപമൊന്നും ഉണ്ടാകരുത്. 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുക, വേറൊരു സുവിശേഷമായിട്ട് വിപരീത ഉപദേശമായിട്ട് വന്നാൽ അവൻ ശപിക്കപ്പെട്ടവനാ. അതാ 1-ാം അധ്യായം. 2-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞു, ഇങ്ങനെയുള്ളവർക്ക് 1 നാഴിക പോലും വഴങ്ങി കൊടുക്കരുത്. 2:4, ഗലാത്യർ 2:4. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. മോൻ കുഴപ്പമില്ല, വായിക്കുന്നുണ്ട് നന്നായിട്ട്. എന്നാലും ശുശ്രൂഷ ആയതുകൊണ്ട് കുറച്ചുകൂടെ പ്രായമുള്ളവർ വായിക്കുന്നത്, അല്ലെ പിള്ളേര് കളിയാകും. മോൻ കുഴപ്പമില്ല, നന്നായിട്ട് വായിക്കുന്നുണ്ട്. മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ. മോന്റെ പേരെന്നാ? ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നാൽ ഇത് കൺവെൻഷനും ശുശ്രൂഷയാകുമ്പോൾ കുറച്ചുകൂടെ പ്രായമുള്ളവർ വായിക്കുന്നതാ കുറച്ചുകൂടെ. ഇവരാരും വായിക്കുമെന്ന് തോന്നുന്നില്ല. ദൈവരാസം നന്നായിട്ട് വായിക്കുന്നുണ്ട്. ഇവരെല്ലാം നിങ്ങൾ വായിക്കുന്ന ഒക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. അപ്പം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നാലും ഒന്ന് വായിച്ചേ അടുത്ത വാക്യം. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കും. അപ്പോൾ അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തുവാൻ ക്രിസ്തുയേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. അടുത്ത വാക്യം, സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ ബഹുവചനം അപ്പോസ്തലന്മാരാകുന്ന ഞങ്ങൾ അവർക്ക് ദുരുപദേശക്കാർക്ക് ആരാ? നുഴഞ്ഞു വന്നവർ. യൂദായുടെ ലേഖനം 3-ലും അങ്ങനെ നുഴഞ്ഞു വന്നെന്നാ വായിച്ചേ. യൂദാ 3 പെട്ടെന്ന്. യൂദാ 3. പ്രിയരേ, നമുക്ക് പൊതുവിലുള്ള രക്ഷ
ഓ പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അപക്വതരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവിടെ നുഴഞ്ഞു വന്നിരിക്കുന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ഭാഗത്തും ദുരുപദേശക്കാർ നുഴഞ്ഞു കയറി വന്നിരിക്കുക. ഇങ്ങനെ നുഴഞ്ഞു വരുന്ന ദുരുപദേശക്കാർക്ക് ഒരു നാഴിക പോലും മടങ്ങി കൊടുക്കരുത്. വായിച്ചേ, ഇനി 2-ാം അധ്യായം 4-ാം വാക്യം, ഗലാത്യർ. മോളെ ആ മൈക്ക് ഇങ്ങോട്ട് കൊടുത്തേ, പാസ്റ്റർക്ക് ഒന്ന് കൊടുത്തേ, ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഇങ്ങോട്ട് കൊടുക്കു വച്ചേ, അതിനും വയ്യെന്ന് തോന്നുന്നു. ദൈവദാസന് കൊടുക്ക. അതോ വായിച്ചാട്ടെ കർത്തദാസനെ. അത് ഓൺ ചെയ്തു. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തു യേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. അടുത്ത വാക്യം, സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. നിർത്തിക്കേ. പൗലോസ് പറയുകയാ, ഇങ്ങനെയുള്ള ദുരുപദേശം പഠിപ്പിക്കുന്നവർക്കും ദുരുപദേശം പറയുന്നവർക്ക് ഞങ്ങൾ ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. നമ്മൾ അങ്ങനെയുള്ളവരെ വിളിച്ച യോഗം നടത്തുന്നേ. നമുക്ക് എങ്ങനെയാലും ആള് കൂടണം. ആള് കൂടുമ്പോ സ്വോത്ര കാഴ്ച കിട്ടും. മിക്കവരുടെ ഉന്നമത ഇത് ആള് കൂട്ടുന്ന മാർഗമല്ല, ഇത് ഉപദേശത്തിന്റെ മാർഗമാണ്. ഈ ദുരുപദേശക്കാര് പലരുണ്ട്. ഇപ്പം കൺവെൻഷനൊക്കെ നിങ്ങളെടുത്തേ, ഉപദേശം ഐക്യമുള്ളവരെ അല്ലല്ലോ വിളിക്കുന്നേ. 1-ാം ദിവസം വന്ന പുള്ളി തള്ളി തടയിടുന്നവൻ, 2-ാം ദിവസം വന്ന പുള്ളി ഇതിനെതിര് പറയുന്ന ആള്, 3-ാം ദിവസം വന്ന പുള്ളി പറഞ്ഞു വീഴുന്നവർക്ക് വീഴാം, വീഴാണ്ടാത്തവർക്ക് വീഴണ്ട. 4-ാം ദിവസം വന്ന പുള്ളി പറഞ്ഞ് ആര് വീണാലും ഞാൻ വീഴുകയല്ല, എന്നെ ഏൽപ്പിച്ച കാര്യം പറഞ്ഞു വെച്ച് പോവാ. നാല് പേരുടെയും ഫോട്ടോ ഉണ്ട്. വരുന്ന വിശ്വാസികൾ അന്തം പെടുക, ഇതിലേതാ ശരി? ഉപദേശ ഐക്യമില്ലല്ലോ. നിങ്ങൾ നിഷ്പക്ഷമായിട്ട് പറ. നമ്മൾ കൺവെൻഷൻ നടത്തുന്നത് ഉപദേശ ഐക്യമൊന്നുമല്ല. ആ പുള്ളി ഇളക്കും, നമുക്ക് പുള്ളിയെ, മറ്റേ പുള്ളി വെട്ടും. അതുകൊണ്ട് നമുക്ക് പുള്ളിയെ 3-ാം ദിവസം വരുന്ന പുള്ളി താങ്ങും. നമുക്ക് പുള്ളിയെ നിങ്ങൾ എന്നെ ഇങ്ങനെ ഇരിക്കുന്നേ യോടി. എടാ, യോഗം നടത്തുമ്പം പെന്തിക്കോസിനൊരു ഉപദേശമുണ്ട്. ആ ഉപദേശ ഐക്യമില്ലാത്തവനെ വിളിക്കരുത്. ഉദാഹരണം, 1-ാം ദിവസം വന്ന പുള്ളി പറഞ്ഞു സ്വർണം ഇടുന്നതുകൊണ്ട് കുഴപ്പം ഇല്ല. 2-ാം ദിവസം വന്ന പുള്ളി പ്രസംഗിക്കുക ഒരു കാരണവശാലും ഇടരുത്. 3-ാം ദിവസം വന്ന പുള്ളി പറഞ്ഞു ഇടേണ്ടവർക്ക് ഇടാം, ഇടേണ്ടാത്തവർക്ക് ഇടണ്ട. 4-ാം ദിവസം വന്ന പുള്ളി പറഞ്ഞു ഞാനും എൻ്റെ ഭാര്യയെ ഇടത്തില്ല, നിങ്ങൾക്ക് വേണേ ഇടാം, ആസ് യു ലൈക്ക്. ഇതാണോ പെന്തിക്കോസ്? നിങ്ങൾ പറ, ഞാൻ എഴുന്നേക്കാം. ഇതാണോ പെന്തിക്കോസ്? നിങ്ങൾ പറ. എല്ലാം സെന്ററിന്റെ മെയിൻ ആൾക്കാരല്ലേ? അതാണോ? ഇതിനൊരു ഉപദേശം വേണ്ടേ? ഇതിനൊരു പ്രമാണമില്ലേ?
അവസാനം കൺവെൻഷന് വന്ന ആൾക്കാർ ചിത്തിരിപ്പുണ്ടായി പിരിഞ്ഞും പോയി. കൂടെ നിന്ന രണ്ട് സഭ ഇപ്പം തങ്കുവിന്റെ കൂടെ. ഒരു കൺവെൻഷൻ നടത്തിയപ്പോൾ രണ്ട് സഭ, രണ്ടെണ്ണം താരുവിന്റെ കൂടെ, ഒരെണ്ണം കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ. ഇതാണോ ഉപദേശം അയക്കാൻ വേണ്ടേ? ഇതിനൊരു ഉപദേശമുണ്ട്, വേണം, അത് പറയണം. അപ്പൊ യോഗം നടത്തുമ്പോൾ ഉപദേശ ഐക്യമുള്ളവരെ വിളിക്കണം. അല്ല അവൻ കുറെ കാശ് തന്ന അവനോട് ഇച്ചിരി സമയം കൊടുത്തേക്കാന്ന് പറഞ്ഞ അവൻ അവന്റെ വിഷം ഇറക്കി വെച്ച് പോവും. നമ്മുടെ കൺവെൻഷന് വേണ്ടി പുള്ളി കാശ് തന്നതാ, അതുകൊണ്ട് നമുക്ക് പുള്ളിക്ക് സമയം കൊടുക്കാതിരിക്കാൻ. പിന്നെ അവനെങ്ങാണ്ടെല്ലാം പോയി ഏതാണ്ട് കൊന്തറാക്കൊള്ളി ഒപ്പിച്ചേച്ച് ഉപദേശമാണെന്ന് പറഞ്ഞ് ഇല്ല അങ്ങോട്ട് തെങ്ങത്തോട്ടത്തിൽ പോയിരുന്ന അഭിഷേകം പ്രാപിച്ചെന്ന്. അവിടെ ചെന്നപ്പോ പ്രവചനം പഠിപ്പിക്കുന്നോ? ഉപദേശമുണ്ട്. ഇതിന്റെ പ്രധാന ഉപദേശം മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടണം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല, യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ. അടുത്തത് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. ഇതാ ഇതിന്റെ ഉപദേശം. പിന്നെ അഭിഷേകം പ്രാപിക്കണം. അഭിഷേകം പ്രാപിക്കാതെ തന്നെ സെക്രട്ടറി ആക്കരുത്, കമ്മിറ്റിയിലും കേൾക്കരുത്. അവനോടെങ്ങാനും വന്നിരുന്നോളും. സെക്രട്ടറി ആ കുന്തമാണെന്ന് പറഞ്ഞ് രണ്ട് പേനായി ബുക്കോട്ടവന്റെ വരവൊക്കെ ഒന്ന് കാണും. ഇതാണ് സെക്രട്ടറി. ആരുടെ? എന്നാ ഇനി അഭിഷേകം പ്രാപിക്കണം. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. നിങ്ങൾ യെരൂശലേം വിട്ടുപോകരുത്. കാത്തിരുന്ന വിശുദ്ധന്മാരുടെ മേല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങിയത് ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയത് പോലെ അന്യഭാഷകളെ സംസാരിച്ചു തുടങ്ങി. ഇത് നിന്റെ ഉപദേശം, പെന്തിക്കോസ് ഉപദേശമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വരുമ്പോ പറയാ ഉണ്ടെന്ന്, അവിടെ ചെന്ന് പറയാ നിന്നെന്ന്. അവനെ നമ്മൾ വിളിച്ച് യോഗം നടത്തുക. ഇവിടെ പറഞ്ഞു ഉണ്ടെന്ന്, അവിടെ ചെന്ന് പറഞ്ഞു. നമ്മുടെ അവിടെ വരുമ്പോ വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് പ്രസംഗിക്കും, അവിടെ ചെല്ലുമ്പോ കടും കളറിട്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഒന്നും? തരം കിട്ടുന്നിടത്ത് പാർക്കുന്നൊരു വാക്യമുണ്ട്. ഇവിടെ വരുമ്പോ വചനം പറയാം, അവിടെ ചെല്ലുമ്പോ പറയാം ആർക്ക് വേണമടാ വചനം. കുമ്പനാട്ട് പറയും വചനം വേണമെന്ന്. കുമ്പനാട്ടി നിറയെ കഴിയുമ്പോൾ പറയും ആർക്ക് വേണം വചനം? ആത്മാവ്. ഞാൻ പറയുന്ന കാര്യം പിടികിട്ടുന്നുണ്ടോ ജോയ്ക്കുട്ടി? കുമ്പനാട്ട് വരുന്നു പറയുമ്പോ മനസ്സിലാക്കും ഇവിടെ വചനം പറഞ്ഞെങ്കില്. അവിടെ വരുമ്പോ ഭയങ്കര ഉപദേശം. ഇത് കഴിഞ്ഞ ചപ്പറ ചെല്ലുമ്പോ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാ? അതോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? ഉപദേശമാ. ഉപദേശി ഐക്യം വേണം. തീർത്തെന്നാ പറയാത്ത ആവരണം ഇടണ്ടോ തീർത്ത് പറയണ്ടേ? മിണ്ടുന്നില്ലല്ലോ. എങ്ങനെ നേതാക്കന്മാര് എങ്ങനെ പറയാൻ? അവരുടെ പിള്ളേരെല്ലാം ഇടാൻ തുടങ്ങി. മക്കളും കൊച്ചുമക്കളും അല്ല അമേരിക്കയിലും കാനഡയിലും ഒക്കെ ചെന്ന് ഇടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ ജോയ്ക്കുട്ടിക്ക് പിടികിട്ടുന്നുണ്ടല്ലോ, ഉണ്ടല്ലോ, അതറിഞ്ഞാ മതി. പിന്നെങ്ങനെ അവരിവിടെ തീർത്ത് ഉപദേശം പറയാന്നേ? ഇവിടെ ഒന്ന് ഉപദേശം പറഞ്ഞാൽ ചങ്ങോട്ട് ചെല്ലുമ്പോ കൊച്ചുങ്ങൾ ഏറ്റും കാക്കത്തറ്റാല് കാണും കൊച്ചുങ്ങളുടെ കയ്യിലെ. ഈ സമയം നിർത്തണോ? ഇപ്പൊ നിർത്തണോ? പറ. ഇത് ഉപദേശ വിഷയമാണ്. ഇതിന് വില കൊടുത്തവരുണ്ട്.
പങ്കപ്പാട് സഹിച്ചവരുണ്ട്, ആക്ഷേപം കേട്ടവരുണ്ട്, നിന്ന സഹിച്ചവരുണ്ട്, അപമാനം സഹിച്ചവരുണ്ട്, പോരാട്ടങ്ങളിൽ കൂടി കടന്നു പോയവരുണ്ട്. അവരെ സഹിച്ച് പിടിച്ചു നിന്ന ഈ മാർഗത്തിലവർ നിന്നത്. കല്ലുണ്ടു മുള്ളുണ്ടു കാഠിന്യമാം പള്ളും സഹിക്കണം നാമിനിയും. കല്ലുണ്ടു മുള്ളുണ്ടു കാഠിന്യമാം പള്ളും സഹിക്കണം നാമിനിയും. ഉള്ള വെളിച്ചത്ത് കൊള്ള ചെയ്തിടുന്ന, ഉള്ള വെളിച്ചത്ത് കൊള്ള ചെയ്തിടും കള്ള സഹോദര ഉള്ളതിനാൽ വേഗം, കള്ള സഹോദരരുള്ളതിനാൽ വേഗം പോകാം ഇനി നമുക്ക്. പോകാമിനി കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാമിനി. പോകാം ഇനി നമുക്ക്. പോകാമിനി കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാമിനി. ഓ നാടില്ല വീടില്ല കൂടുമില്ല, കൂടെ വാരാനേറെ ആളുമില്ല. ആ നാടില്ല വീടില്ല കൂടുമില്ല, കൂടെ വാരാനേറെ ആളുമില്ല. മോടിയുള്ള വസ്ത്രം മേനിമേൽ ചുറ്റുവാൻ, മോടിയുള്ള വസ്ത്രം മേനിമേൽ ചുറ്റുവായനമില്ലെങ്കിലും ആനന്ദമേ നമുക്ക്, ഏനമില്ലെങ്കിലും ആനന്ദമേ നമുക്ക് പോകാം ഇനി നമുക്ക്. പോകാമിനി ഓ കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാമിനി. പോകാം ഇനി നമുക്ക്. പോകാമിനി കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാമിനി. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. ദൈവത്തിന് സ്തോത്രം. ഇത് ഉപദേശമാണ്. മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മ അഭിഷേകം, ശക്തമായ വേർപാട്, വേർപാടിന്റെ ഉപദേശമാ. ഇതിപ്പം വേർപാടിന്റെ ഉപദേശം പറയുന്നവരെ ഒന്നും വിളിക്കത്തില്ലല്ലോ. എല്ലായിട്ടും ഉഴപ്പിത്തല്ലുകയല്ലേ. എന്തും ചെയ്യാം, എവിടെയും പോകാം. സ്തോത്രം. സൺഡേ ഇവിടെ വരണമെന്നേ, രാവിലെ പള്ളിയിൽ പോകാം, സൺഡേ ഇവിടെ 28 പോകാം, മാമൂലുസായിക്ക് പോകാം, ആണ്ടിയാത്തിന് പോകാം, പൊന്നാട അണിയിക്കാം, നിലവിളക്ക് കൊളുത്താം, ഒക്കെ കൊണ്ട് കൊടുക്കാം. ഷാളിടുമല്ലോ. 50-ാം വർഷം, 75-ാം വർഷം, സിൽവർ, പിന്നെ ഗോൾഡൻ. ദൈവത്തിന് മഹത്വം. ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു, തെറ്റെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഇത് പാടില്ല. ഇതൊക്കെ ഉപദേശ വിഷയങ്ങളാ. ഇതൊക്കെ നമ്മൾ പറഞ്ഞോണ്ട് പറയും അയാൾക്ക് വിവരമില്ലെന്ന് പറയും. ഇയാളെ ആരാടാ വിളിച്ചത്? ഇയാൾക്ക് വിവരമില്ലെന്ന്. സ്തോത്രം. അല്ല, എൻ്റെ ജനത്തിനും അത് ഇഷ്ടമാണെന്നാ എഴുതിയേക്കുന്നേ. എൻ്റെ ജനത്തിനും അത് ഇഷ്ടമാ. ഉപദേശമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ദുരുപദേശം പറയുന്നവർക്ക് ഒരു നാഴിക പോലും ഞങ്ങള് വഴങ്ങിക്കൊടുത്തില്ലെന്നാ പൗലോസ് 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 3-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ പറയാ, ക്രിസ്തുവേശുവിനെ ഇത്ര സ്പഷ്ടമായിട്ട് വ്യക്തമായിട്ട് വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ആരാ ക്ഷുദ്രം ചെയ്ത് മയക്കിയത്? വിവരിക്കുന്നില്ല. 4-ാം അധ്യായത്തിൽ വന്നപ്പോൾ പൗലോസ് പറയാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചതെല്ലാം വെറുതെ ആയോ എന്ന് എനിക്കിപ്പോൾ ഭയമാ. കാരണം നിങ്ങളിപ്പോൾ ഒത്തിരി ആചാരവും അനുഷ്ഠാനവും മാമൂലും ഒക്കെ ഇപ്പം തുടങ്ങി. എനിക്ക് പേടി വരുന്നു നിങ്ങളുടെ പോക്കും രീതിയൊക്കെ കണ്ടിട്ട്. 5-ാം അധ്യായത്തിൽ പറയുക, ആത്മാവിനെ അനുസരിച്ച് നടക്കണം. സ്തോത്രം. ജഡത്തിന്റെ പ്രവർത്തികളെയെല്ലാം വിടണം. ആത്മാവിന്റെ ഫലവും ജഡത്തിന്റെ പ്രവർത്തികളും. ആത്മാവിന്റെ ഫലം അത് ജീവിതത്തിൽ കാണണം. ഇപ്പം വരമുണ്ട്, പക്ഷെ ഫലമില്ല. എല്ലായിടത്തും വരമുണ്ട്, ഫലമില്ല. അത് ശരിയല്ല. വരവും വേണോ, ഫലവും വേണം. ശരിയായ ആത്മാവാണെങ്കിൽ ഫലം ഉണ്ടാകും. ആത്മാവിന്റെ ഫലം. ഇന്ന് വരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്.
കൃപാവര പ്രാപ്തന്മാർ, സുപ്രസിദ്ധ കൃപാവര പ്രാപ്തന്മാർ, അങ്ങനെയൊക്കെയല്ലേ നോട്ടീസ്. ലോക പ്രശസ്ത സുവിശേഷകൻ, ലോക പ്രശസ്ത കൃപാവര പ്രാപ്തൻ, പ്രവാചകൻ, ഇന്നയാള്. അതൊക്കെ നല്ലതാ. ഇംഗ്ലീഷ് ദൈവത്തിന്. അപ്പോഴേ വരപ്രാപ്തന്മാരൊക്കെ ഇഷ്ടം പോലുണ്ട്. പക്ഷെ ഇന്ന് വരെ ഒരു നോട്ടീസ് കണ്ടിട്ടില്ല ഫലപ്രാപ്തനായ കർത്തൃദാസൻ. എല്ലാം വരപ്രാപ്തന്മാരെയാ. കൃപാവര പ്രാപ്തന്മാർ ശുശ്രൂഷിക്കുന്നു. ഇന്ന് വരെ ഒരു നോട്ടീസ് ഞാൻ കണ്ടിട്ടില്ല ആത്മാവിന്റെ ഫലപ്രാപ്തന്മാർ ശുശ്രൂഷിക്കുന്നു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം. അത് ആദ്യത്തെ ഫലമാ സ്നേഹം. രണ്ട് സെൻറ്ററുകാർ തമ്മിൽ മിണ്ടുകയല്ല. ഇവിടുത്തെ കാര്യമല്ല, ഞാൻ പൊതുവില്ല. ഏരിയ തിരിച്ചിട്ടിരിക്കല്ലേ. ഇവിടുന്ന് അങ്ങോട്ട് ഒരുത്തം പറഞ്ഞ് കയറിയ കുതികാല് വെട്ട് വന്നു. പണ്ട് കോടതി തർക്കം ചെന്നു. കോടതി വക്കീൽ അറിയത്തില്ല, ജഡ്ജിക്ക് അറിയത്തില്ലല്ലോ. തർക്കം ചെന്ന്. എന്നാ തർക്കം? സാറേ, എൻ്റെ ഡിസ്ട്രിക്റ്റിൽ കയറി ഇവൻ പ്രവർത്തിച്ചെന്ന്. എൻ്റെ ഡിസ്ട്രിക്റ്റിൽ. അപ്പം പുള്ളി ചോദിച്ചു, ഏതാ ഡിസ്ട്രിക്റ്റ്? എൻ്റെ ഡിസ്ട്രിക്റ്റ് കായംകുളം ഡിസ്ട്രിക്റ്റ്. ജഡ്ജി അന്തം പെട്ടു. അങ്ങനെ ഒരു ഡിസ്ട്രിക്റ്റ്? നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാ? എൻ്റെ ഡിസ്ട്രിക്റ്റ് മാവേലിക്കര ഡിസ്ട്രിക്റ്റ്. അപ്പം നിയമജ്ഞനായ അദ്ദേഹം പറഞ്ഞ്, ഇത് രണ്ടും ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ പെട്ട സ്ഥലങ്ങളാണല്ലോ, മാവേലിക്കര. അപ്പം വാദി പ്രതിയായി. പുള്ളി ചോദിച്ചു, ഗവൺമെന്റ് അറിയാതെ നിന്നോട് ആര് പറഞ്ഞു ഡിസ്ട്രിക്റ്റ് ഉണ്ടാക്കാൻ? അത് മന്ത്രിസഭ എല്ലാം കൂടെ കൂടിയിരുന്ന് അവര് ഏകകണ്ഠമായിട്ട് തീരുമാനമെടുക്കേണ്ടതല്ലേ, ചുമതലപ്പെട്ടവര്. അവരറിയാതെ നിങ്ങളോട് ആര് പറഞ്ഞ്? അതിന് വേറെ കേസ്. അങ്ങ് ഡിസ്ട്രിക്റ്റാ. എന്താ? അയ്യോ, വരമല്ല വിഷയം, ഫലമാ. ആത്മാവിന്റെ ഫലം സ്നേഹം, സന്തോഷം. വരുവിനിവിടെ മധുരമുള്ള പലകരമുണ്ട്, അതൊരുമയോടെ വാങ്ങി തിന്നാൽ പരമവായുണ്ട്. വരുവിനിവിടെ മധുരമുള്ള പലകരമുണ്ട്, അത് ഒരുമയോടെ വാങ്ങി തിന്നാൽ പരമവായുണ്ട്. പാടാൻ നേരമില്ല. അപ്പൊ ആത്മാവിന്റെ ഫലം അത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ. വിവരിക്കുന്നില്ല 5-ാം അധ്യായത്തിൽ ആ കാര്യം. 6-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പൗലോസ് പറയുക, വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. എന്നിട്ട് 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യമാ നമ്മൾ കുറുവാക്യമായിട്ട് വായിച്ചത്. എല്ലാ ഭാഗവും പറയാൻ നേരമില്ല, പെട്ടെന്ന് 1-2 കാര്യം പറഞ്ഞങ്ങ് നിർത്താം. 6-ന്റെ 14 ഒന്നുകൂടെ വായിച്ചാട്ടെ. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്ക്, ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പരിച്ഛേദനയല്ല. ഓടിച്ച് ചില കാര്യം പറയാ. 6-ാം അധ്യായത്തിന്റെ 14 പറയുക, എനിക്കോ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരുത്. കമ്പിവാചകം പോലെ 9:30 കഴിഞ്ഞെന്ന് തോന്നല്ലയോ? അയ്യോ, കമ്പിവാചകം പോലെ പറയാ. ഈ ക്രൂശിൽ പ്രശംസിക്കണം. പൗലോസ് പറഞ്ഞതിന്റെ ആശയം ഈ ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണമെന്ന കമ്പിവാചകം പോലെ പറയാ. ഒരു ദൈവപൈതൽ ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം, ഒന്നാമത്തെ കാരണം, ക്രൂശിൽ നമുക്ക് വേണ്ടി യേശു രക്തം ചൊരിഞ്ഞു. അതുകൊണ്ട് ആ ക്രൂശിൽ പ്രശംസിക്കുന്ന കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം വായിച്ച്. ഒരു ദൈവപൈതൽ ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം വായിച്ച്. കൊലോസ്യർ 1:20 പെട്ടെന്ന്. രക്തം കൊണ്ട്, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു വ്യക്തി ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ രക്തം ചൊരിഞ്ഞു.
ആ രക്തത്തിന്റെ വിശേഷത പരിശുദ്ധ രക്തമാണ്, നിർമ്മല രക്തമാ, വിലയേറിയ രക്തമാ, പാപമില്ലാത്ത രക്തമാ. ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യോ രക്തം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി യേശു ക്രൂശിൽ ചൊരിഞ്ഞു. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തവും മലിനപ്പെട്ടമ തളിക്കുന്ന പശുഭസ്മവും ജഡികശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശുവിന്റെ പരിശുദ്ധ രക്തം. ആ രക്തത്തിൽ പാപമോചനമുണ്ട്, ആ രക്തത്തിൽ രോഗശാന്തിയുണ്ട്, ആ രക്തത്താൽ വിടുതലുണ്ട്. ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിൽ നീ ആശ്രയിക്ക്, നിനക്ക് നിന്റെ കുടുംബത്തിന് വിടുതലാ. വിശദീകരിക്കുന്നില്ല. ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം ഒന്ന്, ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞു. ആ രക്തം ചൊരിഞ്ഞത് കൊണ്ട് എന്തോ സംഭവിച്ചു, എനിക്ക് നിങ്ങൾക്ക് സമാധാനം ഉണ്ടായി. ഒരു കാലത്ത് ഞാൻ നിങ്ങൾ സമാധാനമില്ലാതെ നടന്നവരാ. എവിടെല്ലാം പോയി സമാധാനം കിട്ടിയോ? ഇല്ല. പ്രവാചകൻ പറയാ സകല മുഖവും വിളറിയിരിക്കുന്നു, ഒരു ഗുണവും വന്നില്ലെന്നാ യെരമ്യാ പറഞ്ഞ. പക്ഷേ യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങൾക്കും സമാധാനമുണ്ടായി. ഒന്ന്, ദൈവത്തോട് സമാധാനമുണ്ടായി. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1 വായിപ്പിക്കുന്നില്ല. 2, പരസ്പര സമാധാനം നമുക്കുണ്ടായി. അത് റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. 3, തന്നിൽ തന്നെ നമുക്ക് തന്നെ സമാധാനം. അത് ഫിലിപ്പിയാലേഖനം 4-ാം അധ്യായത്തിന്റെ 6-7 വായിച്ചേ. ഫിലിപ്പിയാലേഖനം 4-ാം അധ്യായത്തിന്റെ 6-7 എല്ലാം വായിപ്പിക്കുന്നില്ല. ഫിലിപ്പിയർ 4-6-7. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലോ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു ക്രൂശിൽ അവൻ ചൊരിഞ്ഞ രക്തത്താൽ നമുക്ക് ക്രൂശിൽ പ്രശംസിപ്പാൻ വകയുണ്ട്. ആ ക്രൂശിൽ രക്തം ചൊരിഞ്ഞത് കൊണ്ട് 1, ദൈവത്തോട് സമാധാനം. 2, തമ്മിൽ സമാധാനം. 3, നമുക്ക് തന്നെ സമാധാനം. 2, ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം 2, ക്രൂശിൽ വെച്ചാണ് ശത്രുത്വം ഇല്ലാതാക്കി. വിസ്തരിക്കുന്നില്ല. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ടുള്ള തിരുവെടുത്ത് പഠിക്കുമ്പോൾ ആ ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. വായിച്ചേ. ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണ എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു ദൈവവൈതൽ ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. വേറെ പുസ്തകം പഠിപ്പിക്കുന്ന ഒരു കാലത്ത് ഞാൻ നിങ്ങളുമെല്ലാം ശത്രുക്കളായിരുന്നു, ദൂരസ്ഥരും സമീപസ്ഥരും. സമീപസ്ഥരെന്ന് പറഞ്ഞാൽ ആമൻ സ്തോത്ര യഹൂദന്മാരാ. ദൂരസ്ഥരെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമാ. അങ്ങോട്ട് അടുക്കാൻ നമുക്ക് അനുവാദമില്ല. എന്നാൽ അകന്ന് നിന്ന് മാറി നിന്ന ശത്രുക്കളാകുന്ന, ദോഷികളാകുന്ന, പാപികളാകുന്ന എന്നെയും നിങ്ങളെയും ആമൻ സമാധാനത്തിൽ കൊണ്ടുവന്ന് അടുപ്പിച്ചത് ക്രൂശിൽ അവിടുന്ന് ആമൻ മരിച്ചത് കൊണ്ടാ. ആ ക്രൂശിൽ വെച്ചാണ് ശത്രുത്വം ഇല്ലാതാക്കിയത്. ഞാൻ വിവരിക്കുന്നില്ല, സമയം പോയത് കൊണ്ട് നിർത്തുക. ആ ക്രൂശിൽ വെച്ച് എഫേസ്യ ലേഖനം 3:2-13 വായിക്കുമ്പോൾ നമ്മളെ സമീപസ്ഥരാക്കി. 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാക്കി തന്നു. 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ശത്രുത ഇല്ലാതാക്കി. 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് വേർപാടിന്റെ നടിച്ചുവര് ഇടിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്കും നിങ്ങൾക്കും ക്രൂശിൽ പ്രശംസിക്കാം. 15-ാം വാക്യം വായിക്കുമ്പോൾ പക്ഷം പിടിക്കലെല്ലാം ഇല്ലാതാക്കി. 15-ാമത്തെ വാക്യത്തിൽ പുതിയ മനുഷ്യനാക്കി പിതാവിങ്കിലേക്ക് നമുക്ക് പ്രവേശനം തന്നു. ഇന്ന് രാത്രി അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ക്രൂശിൽ പ്രശംസിക്കാം. ക്രൂശിൽ പ്രശംസിപ്പാൻ 1-ാമത്തെ കാര്യം, ക്രൂശിൽ യേശു രക്തം ചൊരിഞ്ഞു. 2, ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി തീർത്തു. ഇനി കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14 വായിക്കുമ്പോൾ 3-ാമത് അവൻ നമുക്ക് വിരോധവും അവൻ സ്വത്രം ദോഷവുമായ കൈയെടുത്ത് ക്രൂശിൽ അവിടുന്ന് തറച്ചു. വായിച്ചേ കൊലോസ്യ ലേഖനം 2 നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ചു ക്രൂശിൽ ദൈവത്തിന് മഹത്വം. വിരോധവും പ്രതികൂലമായിരുന്ന ചട്ടങ്ങളെല്ലാം ക്രൂശിൽ തറച്ചു.
എന്തുവാ നമുക്ക് വിരോധം ഞാനും നിങ്ങളും പാപിയാണെന്ന്. സ്തോത്രം. എന്തുവാ പ്രതികൂലം ശിക്ഷാവിധി. അപ്പോൾ പാപികളും ദോഷികളുമാകുന്ന എനിക്കും നിങ്ങൾക്കും ശിക്ഷാവിധിയാ വെച്ചിരുന്നത്. എന്നാൽ ആ ശിക്ഷാവിധി മാറ്റി തന്നത് ക്രൂശിൽ നമുക്ക് വേണ്ടി ഒരുവൻ ജീവനെ തന്നത് കൊണ്ടാ. ഇന്ന് രാത്രി അതുകൊണ്ടാ ക്രൂശിൽ പ്രശംസിക്കുന്നത്. പ്രതികൂലവും വിരോധമായതെല്ലാം ക്രൂശിൽ വെച്ച് മാറ്റി. 4 ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം കൊലോസ്യലേഖനം 2:15 ഒടുവിൽ വായിക്കുമ്പോൾ ക്രൂശിൽ വെച്ച് ജയോത്സവം കൊണ്ടാടി. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം ക്രൂശിൽ വെച്ച് ജയോത്സവം കൊണ്ടാടി. ആയുധവർഗം വെപ്പിച്ചു. എന്താ ആയുധവർഗം? മരണമാണ് ആയുധവർഗം. ആ 15 വാക്യം ഒന്നുകൂടെ വായിച്ചേ. 15 കൊലോസ്യർ 2:15. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ആയുധവർഗം നമ്മുടെ ഉദ്ദേശിച്ചത് മരണമാ. യേശു തന്റെ മരണത്താൽ മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചിനെ ആയുധവർഗം വെപ്പിച്ച് മരണഭീതികളിൽ അടിമപ്പെട്ട് കിടന്ന് എന്നെയും നിങ്ങളെയും യേശു വീണ്ടെടുത്ത് മരണഭീതി മാറ്റി ചിത്തഭ്രമം മാറ്റി അവൻ മരണത്തിന്റെ മേൽ ജയമെടുത്ത യേശു. അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്ക് നിങ്ങൾക്ക് ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണമുണ്ട്. സ്തോത്രം. സാത്താന്റെ മേൽ യേശു ജയിച്ചു. ജഡത്തിന്റെ മേൽ ജയം. ദ്രവ്യാഗ്രഹത്തിന്റെ മേൽ ജയം. ഒടുവിലവന്ന് മരണത്തെയും ജയിച്ചു. ഇന്ന് രാത്രി എനിക്ക് നിങ്ങൾക്ക് ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടി. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാ. എനിക്കോ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ആമേൻ. ക്രൂശിൽ പ്രശംസിപ്പാനുള്ള കാരണം വിസ്തരിക്കാതെ പറഞ്ഞല്ലോ. കർത്താവിന്റെ മഹത്വം. 1 ക്രൂശിൽ അവിടുന്ന് രക്തം ചിന്തി. 2 വിരോധവും പ്രതികൂലമായ കൈയെടുത്ത് ക്രൂശിൽ തറച്ചു. ദൈവത്തിന് മഹത്വം. 3 ആമൻ സ്തോത്രം. ആമൻ നമുക്ക് വിരോധമായ ചട്ടങ്ങളും പ്രതികൂലങ്ങളും എല്ലാം അവിടുന്ന് മാറ്റി. ദൈവത്തിന് സ്തോത്രം. 4 ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. ഇന്ന് രാത്രി പരാജയത്തിന്റെ പടുകുടിയിൽ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ആത്മഹത്യ പരിഹാരമല്ല, മദ്യപാനം പരിഹാരമല്ല, പരിഹാരം ക്രൂശിലുണ്ട്. അനുതാപ ഹൃദയത്തോടെ ഇന്ന് രാത്രി ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് നീ കടന്നു വന്ന യേശു നിന്നെ രക്ഷിക്കും. യേശു നിന്നെ വിടുവിക്കും. യേശു നിന്റെ പാപത്തെ മോചിക്കും. യേശു നിന്റെ രോഗത്തെ സൗഖ്യമാക്കും. യേശു നിനക്ക് സമാധാനം നൽകും. യേശു നിന്നെ രക്ഷിക്കും. ഇന്ന് രാത്രി കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്ക. ദൈവത്തിന്റെ മഹത്വം. ഒരു പഴയ പാട്ടിന്റെ ഒരു വരി പാടാം, അതേ നോക്കുള്ളൂ. ഇപ്പൊ തന്നെ സമയം പോയി. എങ്കിലും ഇതുവരെ എന്നെ കേട്ടിരുന്നല്ലോ, സഹിച്ചല്ലോ, വളരെ നന്ദി. ഒരു വരി പാടാം. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവ സ്നേഹത്തിൻ വൻ കൃപയെ ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവ സ്നേഹത്തിൻ വൻ കൃപയെ ഒഴുകി അടിയനിൽ പരുകണമേ. സ്നേഹ സാഗരമാ സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ കുറയണമേ. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവ സ്നേഹത്തിൻ വൻ കൃപയെ ഒഴുകി അടിയനിൽ പെരുകണമേ. സ്നേഹ സാഗരമാ സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ
മഹത്വം കരയേറ്റാം.